ബോധത്തിൽ ഒരമ്മയ്ക്കും ഒരു കുഞ്ഞിനെയും ഈ ലോകത്ത് കൊല്ലാൻ കഴിയില്ല. അയ്യോ എന്റെ കുഞ്ഞ്, അതായത് ഒന്ന് ചവിട്ടിയാൽ പോലും എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വേദന മാറ്റാനേ ശ്രമിച്ചിട്ടുള്ളൂ ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും. കുഞ്ഞിനെ കൊല്ലുന്നതിന് മുമ്പ് പോലീസിനെ വിളിക്കുന്നുണ്ട്, കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്, കുഞ്ഞിനെ മാറ്റി നിർത്തി തരണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇവള് ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ആരും സഹായിക്കാനില്ല, രാത്രി ഉറക്കം ഒഴിച്ച് ഇവക്കൊന്ന് ഉറങ്ങണം. ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു കേട്ടോ. ട്രെയിൻ യാത്രയിലാണ് ഞാനത് കാണാൻ തുടങ്ങിയത്. അവിടെ എത്തുമ്പോഴേക്കും നമ്മള് നിസ്സഹായമായ ഒരു നിലവിളിയാണ്. WHO പഠനത്തില് 100 പ്രസവങ്ങൾ നടക്കുമ്പോ 30 പേർക്ക് ഇത് ബാധിക്കും എന്നാണ് പറയുന്നത്. കോട്ടയത്തെ കേസിൽ അവർ പ്രസവത്തിൽ ഇതുപോലെ 2 കുട്ടികളെയും പ്രസവം കഴിഞ്ഞതിന് ശേഷം കൊന്ന് പിന്നെ അവര് ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങുകയാണ് ചെയ്തത്. ഇപ്പൊ പോത്തൻകോട്ടെ ഒരു സുരിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അത് 2ാമത്തെ പ്രസവത്തില് പിന്നെ പാതിരാത്രി ആകുമ്പോ അതിന്റെ വീട്ടുവളപ്പിൽ തന്നെയുള്ള പിന്നെ കിണറ്റിൽ കുഞ്ഞിനെ കൊണ്ടിടുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് 28 കെട്ടിന് അതിന് സ്വർണം കെട്ടാൻ പറ്റാതെ പോയിട്ട് 40ലേക്ക് ആ ചടങ്ങ് മാറ്റിവെച്ചതിന്റെ ടെൻഷൻ ആണ് എന്നുള്ളതാണ്. കുഞ്ഞ് ബക്കറ്റിൽ വീണ് മരിച്ചു. എങ്ങനെ ബക്കറ്റിൽ വീണ് മരിക്കുക കുട്ടികള്? അതുപോലെ തൊണ്ടയിൽ മുലപ്പാല് കുടുങ്ങി മരിച്ചു. നോക്കൂ, ആ കുട്ടി കുഞ്ഞിനെ കൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ പിങ്ക് പോലീസ് കൺട്രോൾ റൂമിൽ, വുമൻസ് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പിങ്ക് പോലീസിനോട് പറയുന്നുണ്ട്, ഒന്ന് വരുവോ, എന്റെ കുഞ്ഞിനെ ഒന്ന് മാറ്റി നിർത്തി തരുവോ, എനിക്ക് കുഞ്ഞിനെ കൊല്ലാൻ തോന്നുന്നു. കുഞ്ഞെവിടെ നിന്ന് നോക്കുമ്പോഴാണ് അയ്യോ കുഞ്ഞ് ബക്കറ്റിൽ കിടക്കുന്നത്. കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവള് തോർത്തി എല്ലാം നോക്കുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ ശ്വാസം എടുക്കാനൊക്കെ. ഇവൾക്ക് നല്ല അറിവുള്ള ഒരാളാണ്, എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞ് മരിച്ചു പോയിരുന്നു. അതേ പ്രായത്തിലുള്ള കുട്ടികളെ എങ്ങനെ കാണുന്നു, പുറത്തിറങ്ങുന്നത് കോടതിയിലേക്ക് വേണ്ടി മാത്രം. അതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറാണ്. അപ്പൊ ഞാൻ അവരിലേക്ക് മടങ്ങുന്നു എന്നെഴുതി വെച്ചാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആ കുട്ടിക്ക് ആകെ 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോ. വളരെയേറെ സന്തോഷത്തോടു കൂടിയാണ് ഫൗസിയ മുസ്തഫയെ വീണകണ്ഠ ലോകത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. എല്ലാവർക്കും, ഞങ്ങൾ മാധ്യമരംഗത്തുള്ളവർക്ക്, മലയാളികൾക്ക് മൊത്തം അഭിമാനകരമായ ഒരു നേട്ടവുമായാണ് ഫൗസി എന്ന് നിൽക്കുന്നത്. 2024 രാംനാഥ് ഗോയങ്ക പുരസ്കാരം ഇന്ത്യയിലെ ഏത് മാധ്യമപ്രവർത്തകയും മാധ്യമപ്രവർത്തകനും കൊതിക്കുന്ന ഒരു അംഗീകാരമാണത്. അത് ഇക്കൊല്ലം മലയാളത്തിലേക്ക് കൊണ്ടുവന്നു ആദ്യമേ അഭിനന്ദനം. ഫൗസിയയുടെ ഈ വർക്ക്, മനസ്സ് തകർന്നവർ മക്കളെ കൊന്നവർ, അതിന്റെ പേര് തന്നെ ശരിക്കും പറഞ്ഞാൽ വല്ലാണ്ട് ഒരു ഡിസ്റ്റർബിംഗ് ആണ്. ഞാനത് മുഴുവൻ കണ്ടതാണ്. ഒരു ട്രെയിൻ യാത്രയിലാണ് ഞാനത് കാണാൻ തുടങ്ങിയത്. അവിടെ എത്തുമ്പോഴേക്കും നമ്മൾ നിസ്സഹായമായ ഒരു നിലവിളിയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് വന്നത്. എന്നിട്ട് അതേ സാഹചര്യങ്ങളിൽ കൂടി പോകുന്ന എൻ്റെ പല സുഹൃത്തുക്കൾക്കും അവരുടെ മക്കൾ കടന്നു പോകുന്ന അറിഞ്ഞിട്ട് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊരു ഇൻഫർമേറ്റീവുമായിരുന്നു, അതേസമയം നമ്മുടെ പലരുടെയും കണ്ണ് തുറപ്പിക്കുന്നതുമായിരുന്നു. നമ്മളൊരിക്കലും കാണാത്ത ഒരു കാര്യം, അതായത് പ്രീപാർട്ടം ആൻഡ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ ഇടയ്ക്ക് നമ്മൾ കേട്ടു തുടങ്ങിയതാണ്. അതിന് ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയ കാലം, കോവിഡിന് ശേഷമൊക്കെയാണ് അതിനെക്കുറിച്ചൊക്കെ നമ്മൾ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയത്. ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിലേക്ക് മാനസികമായി, ഇപ്പം ഈ നാർസിസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ, അതുപോലെ തന്നെയുള്ള ഒരുപാട് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ, അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ തുറന്ന് സംസാരിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പ്രീപാർട്ടം പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ കുറിച്ചുള്ള ഒരു ബോധം നമ്മളിലൊക്കെ ഉണ്ടാവുന്നത്. അപ്പം അങ്ങനെ ഒരു വിഷയത്തിലേക്ക് എത്താനും അത് 30 എപ്പിസോഡുകളോളം അതിനുവേണ്ടി ചിലവഴിക്കാനും ഒക്കെ തയ്യാറായി എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ശരിക്കും അത്രയൊക്കെ ഉണ്ടോ ഫൗസിയ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ? ഇപ്പൊ നമ്മൾ പറഞ്ഞു വെച്ചതെന്ന് പറയുന്നത് 30 എപ്പിസോഡുകളിലേക്ക്, അതായത് കേരളത്തിൽ ഏറ്റവും ക്രൂഷ്യലായിട്ട് നടന്ന ഇൻസിഡൻസിന്റെ 30 എണ്ണമാണ് അവിടെ നമ്മൾ കാണിച്ചത്. 56 സ്ത്രീകളുടെ ഇന്റർവ്യൂ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കേരളത്തിൽ തന്നെ ഞാൻ ആ എപ്പിസോഡിൽ തന്നെ 1989 തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലെ ലെക്ചറായിരുന്ന ഒരു ഉഷ എന്ന് പറഞ്ഞവര് മരണം മുതൽ, അവരുടെ കുഞ്ഞിൻ്റെ മരണം മുതൽ ഇവിടെ വരേക്കും, ക്ഷമിക്കണം, കുഞ്ഞിൻ്റെ മരണമല്ല, അവരുടെ ആത്മഹത്യ, ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷനെ തുടർന്ന്, പോസ്റ്റ്പാർട്ടം സൈക്കോസിസിനെ തുടർന്ന് അവർ ചെയ്ത ആത്മഹത്യ ചെയ്ത മുതൽ ഇങ്ങോട്ട് 2024 ഒടുവിൽ ആത്മഹത്യ ചെയ്ത സ്ത്രീകളെ വരെയാണ് നമ്മൾ കണ്ടത്. അവരുടെ ഫാമിലികളെയും കണ്ട് തയ്യാറാക്കിയതായിരുന്നു. ഇതിലേക്ക് എങ്ങനെ എത്തി ഈ വിഷയത്തിലേക്ക്? ഏതെങ്കിലും പേഴ്സണൽ ആരുടെയെങ്കിലും അനുഭവമാണോ? അതെ, തീർച്ചയായും. സ്വന്തം അനുഭവം ഉണ്ടോ? അല്ല, 2012 ഇന്ത്യ വിഷൻ മലപ്പുറം ബ്യൂറോയിലെ റിപ്പോർട്ടറായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ താമസിക്കുന്ന കാലത്ത് ആ
ഓണറുടെ മകൾക്ക് ഞങ്ങളുടെ ഒരു കോമ്പൗണ്ട് തന്നെ അവരൊരു ചെറിയ വീട് അതിനകത്തുണ്ടായിരുന്നു. അതായിരുന്നു എനിക്ക് വാടകയ്ക്ക് തന്നിരുന്നത്. അവർ ഭയങ്കര ഫ്രണ്ട്ലി മാത്രമല്ല ഫാമിലിയിലും നമുക്ക് നല്ല റിലേഷനായിട്ട്, അതായത് ഒരു ദിവസം ആഹാരം വെച്ചില്ലെങ്കിൽ എനിക്ക് ആഹാരം കരുതി വെക്കുന്ന ഒരു കുടുംബം കൂടിയായിരുന്നു. അവിടുത്തെ മകൾ എന്ന് പറയുന്നത് 9ാം ക്ലാസ് ആകുമ്പോഴേക്ക് കല്യാണം കഴിച്ചു തരുന്നു. മലപ്പുറമാണ് വിശേഷിച്ച് ആ നാട്ടൊക്കെ ആ സ്ഥിതി ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. 9ാം ക്ലാസ്സിൽ പഠിച്ച ആ സമയത്ത് തന്നെ അവൾക്ക് ഗർഭം ഉണ്ടാവുകയും അതേ തുടർന്ന് ഞാൻ 2ാമത്തെ ഗർഭത്തോടുകൂടെ കഴിഞ്ഞ സമയത്താണ് അവിടെ ചെല്ലുന്നത്. അപ്പോൾ 2ാമത്തെ ഗർഭം കഴിഞ്ഞ സമയത്ത് അവർ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. അന്ന് ചെറിയ പ്രായമാകുമ്പോഴേക്ക് പിന്നെ ഞാൻ തിരിച്ച് 2ാമത് ട്രാൻസ്ഫർ ആയി ചെല്ലുമ്പോഴേക്ക് ആ കുട്ടിയുടെ ഭർത്താവ് മരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെറിയ പ്രായത്തിൽ തന്നെ വിധവയായി പോയിട്ടുണ്ടായിരുന്നു. അവർക്ക് അറ്റാക്ക് വന്നിട്ട് ഭർത്താവിന്. ഈ കുട്ടി പ്രസവത്തിൽ ഗർഭമാകുമ്പോൾ ഇവൾക്ക് ഗർഭിണിയാകുന്ന സമയത്ത് മാത്രം പ്രത്യേകമായിട്ട് വരുന്നൊരു അസുഖം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെന്തായിരുന്നു ചോദിച്ചാൽ, നമ്മൾ പുറത്ത് കോഴി ചെനക്കുന്ന ശബ്ദം, കോഴി കൂവുന്ന ശബ്ദം, ഈ വലിയ മൂത്ത കുട്ടിയായിരുന്നപ്പോൾ ആ കുട്ടി ഇങ്ങനെ നടന്നു പോകുന്നത് ശബ്ദം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും ശബ്ദങ്ങൾ കിട്ടാൽ ഇങ്ങനെ ചെവിയെല്ലാം പൊത്തി കട്ടിലിനടിയിലൊക്കെ ഒളിച്ച് ഭയങ്കരമായിട്ട് അലറി അങ്ങനെയുള്ളൊരു സ്ഥിതിവിശേഷമാണ് അപ്പോൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് അവർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല. അവർ ഡോക്ടറെയൊക്കെ കാണിച്ചപ്പോഴും ഡോക്ടർമാർക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ അവർ പോയത് സൂപ്പർസ്റ്റീഷ്യസ് ആയിട്ടുള്ള സംഭവങ്ങളിലേക്കാണ്. കാരണം അവരത് അങ്ങനെയാണ് വിശ്വസിച്ചത്. ഫോർച്യുനേറ്റ്ലി എന്നാണ് ഞാനിപ്പോൾ ഇതിനെ വിശേഷിപ്പിക്കുക. കാരണം അതിൻ്റെ ഭാഗ്യം കൊണ്ട് അവരതിനെ അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ക്രിയകൾ ചെയ്തത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നായിരിക്കും അവർ ഒരു പക്ഷെ വിശ്വസിച്ചിട്ടുണ്ടാവുക. ആ വിശ്വാസം അത് ശരിയാണോ എന്ന് എനിക്കറിയില്ല. അവർ വിശ്വാസം ഈ ഇങ്ങനെ ചെയ്തതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നാണെങ്കിലും ഇത് ശരിക്കും പ്രീപാർട്ടം ഡിപ്രഷൻ്റെ ഭാഗമായിട്ട് വന്ന സൈക്കോസിസ് തന്നെയായിരുന്നു. അവർക്കത് പ്രീപാർട്ടം സൈക്കോസിസിൽ വരുന്ന സംഭവം പോസ്റ്റ്പാർട്ടത്തിലേക്ക് വരണമെന്നില്ല, തിരിച്ച് അപ്പം അവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് ആണത്. അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ അവർക്ക് പറ്റിയില്ല. അപ്പം ചെറിയൊരു നോയ്സ് പോലും അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല ആ സമയത്ത് ഗർഭിണികൾക്ക്. അത് തിരിച്ചറിഞ്ഞത് എന്ന് പറയുന്നത് പിന്നീട് നമ്മൾ കൊറോണ കാലമാകുമ്പോഴേക്കാണ് അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിലേക്ക് എത്തുന്നത് കേരളത്തിൽ തന്നെ. ആ സമയത്ത് മാമിന് ഓർമ്മയുണ്ടാവും, കാസർഗോഡ് ഒരു പെൺകുട്ടി അതിൻ്റെ പ്രസവത്തിൽ തന്നെ ഇയർഫോൺ കേബിൾ ഉപയോഗിച്ച് കുഞ്ഞിനെ കൊന്നു. അപ്പോഴും ഇപ്പോൾ ഈ ബീഹാറിൽ പറയുന്നത് ശരിയാണോ എന്നറിയില്ല, പിന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടിരിക്കുന്ന ഒരു ഡോക്ടർ, മലയാളിയായ ഒരു ഡോക്ടർ എഴുതിയിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇപ്പോഴും അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് ആ കുഞ്ഞിനെ കൊന്നത്? നിങ്ങൾക്ക് അമ്മത്തൊട്ടിലിൽ ഏൽപ്പിക്കാമായിരുന്നില്ലേ? എന്തുമാത്രം കുഞ്ഞുങ്ങളില്ലാത്തവർ വിഷമിക്കുന്നുണ്ട്, ഇതിന് കഴിയാത്തവർ എന്തിനാണ് ഇതിന് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ, അതുപോലെ ജിഷ, അഖില, പ്രേമചന്ദ്രൻ ഇവരൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ പോസ്റ്റ് പിൻവലിക്കണം, നിങ്ങൾ ശുദ്ധാസംബന്ധമാണ് പറയുന്നത് എന്നുള്ളത്. പക്ഷെ അവർ പിൻവലിച്ചതൊന്നുമില്ല. യഥാർത്ഥത്തിൽ പിന്നീട് ആ സ്ത്രീയെ ഞാൻ ഈ വാർത്തയുടെ ഭാഗമായിട്ടും അവരെ കണ്ടിരുന്നു. ഈ വാർത്ത വന്നതിന് ശേഷം അവരെ കോടതി വെറുതെ വിടുകയും ചെയ്തു. അപ്പോൾ ഈ സ്ത്രീകളിലേക്കുള്ള പ്രയാണം എന്ന് പറയുന്നത് നമ്മൾ ഓരോ സ്ത്രീകളും അനുഭവിച്ച ദുരിതങ്ങൾക്ക് എന്ന് പറയുന്നത് കയ്യും കണക്കില്ല. കാരണം വിദേശ രാജ്യങ്ങളിൽ, ഇപ്പോൾ ബ്രിട്ടൻ പോലുള്ള രാജ്യങ്ങളിൽ 1925 മുതൽ തന്നെ പിന്നെ ഈ പെരിനാറ്റൽ സൈക്കോസിസ്, അതായത് പെരിനാറ്റൽ സൈക്കോസിസ് എന്നുള്ളൊരു ഒറ്റ വേർഡാണ്. പ്രീപാർട്ടം സൈക്കോസിസിനെയും പോസ്റ്റ്പാർട്ടം സൈക്കോസിസിനെയും ഒറ്റ വേർഡിൽ പറയുന്നതാണ് ശാസ്ത്രം. അതിനെ പെരിനാറ്റൽ സൈക്കോസിസ് രണ്ടും വരും അതിനകത്ത്. ഈ രണ്ട് അനുഭവങ്ങളും വരുമെന്ന് അവർ നേരത്തെ കണക്ക് കൂട്ടുകയും അതിനു വേണ്ടിയുള്ള പ്രിക്കോഷൻസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഗർഭിണികൾ നിർബന്ധമായിട്ട് സ്ക്രൂട്ടിനി ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. അതായത് ഗർഭകാലത്ത് അവർക്ക് ഡിപ്രഷൻ വരാത്ത കണ്ടീഷനിലൂടെ അവർ കടന്നു പോകണം എന്നാണ് നിർബന്ധമാണ്. പ്രസവകാലത്തും അത് അങ്ങനെ തന്നെയാണ്. കാരണം അവർക്ക് ഡിപ്രഷൻ വരുമ്പോൾ അവരെ വിചാരിക്കുന്നത് അവരുടെ തലമുറകളെ സംരക്ഷിക്കുക എന്നുള്ളത് കൂടിയാണ്. നേരെ മറിച്ച് നമ്മുടെ നാട്ടിൽ ആ സംരക്ഷണവും ഇല്ല. നമ്മളിപ്പോൾ മാം അത് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് ഒരു കുറഞ്ഞ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോഴേ സർക്കാർ ഹോസ്പിറ്റലിൽ, പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അങ്ങനെ കാര്യമായിട്ട് നമ്മളുടെ ബോധവൽക്കരണ ക്യാമ്പയിൻസുകളൊന്നും അങ്ങനെ എഴുതി വെക്കാറില്ല. ഏതെങ്കിലും കാലത്ത് എവിടെയെങ്കിലും ഈ പ്രീപാർട്ടം ഡിപ്രഷൻ, പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ, പ്രീപാർട്ടം സൈക്കോസിസ്, പെരിനാറ്റൽ സൈക്കോസിസ്, പിന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും വാക്കുകൾ
നിങ്ങൾ വിഷാദ രോഗമുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്തരം ഫീലിങ്സ് ഉണ്ടോ, നിങ്ങൾ ഇന്ന ഡോക്ടറെ കാണണം, അല്ലെങ്കിൽ ഇന്ന കുത്തിവയ്പ്പ് എടുക്കണം, അല്ലെങ്കിൽ ഇന്ന ഫുഡൊക്കെ കഴിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ബോധവൽക്കരണവും എവിടെയും അത് അറിവില്ലായ്മയുമായിരിക്കും നമ്മളുടെ ആരോഗ്യരംഗത്തെ അല്ലേ? അല്ല, ഞാൻ ആരോഗ്യരംഗത്ത് IMA പോലുള്ളവരോടൊക്കെ സംസാരിച്ചിട്ട് അവരുടെ സെമസ്റ്ററിൽ ഇത് പഠിക്കുന്നുണ്ട്. ഉണ്ട്. ഇന്ത്യയില് എന്ന് പറയുന്നത് നമ്മുടെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ എന്ന് പറയാം, ഇതിനെക്കുറിച്ച് ഒരു കോഴ്സ് പഠിപ്പിക്കുന്നത് ബംഗളൂരു നിംഹാൻസിൽ മാത്രമാണ്. അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്നവർ ഇപ്പോൾ ഞാൻ ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് തന്നെ അവിടെ 12 ഡോക്ടർമാർ കേരളത്തിൽ ജോലി ചെയ്യുന്നുള്ളൂ. അതായത് പെരിനാറ്റൽ സൈക്കോസിസിൽ സ്പെഷ്യലൈസ് ചെയ്തവര്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ ഒരു വർഷത്തിൽ 40,000-നും 50,000-നും ഇടയിൽ പ്രസവം നടക്കുന്നുണ്ട്. അപ്പൊ അത്ര തന്നെ ഗർഭിണികളും ഉണ്ട്. അപ്പോൾ എത്ര ശതമാനം പേർക്ക് ഇത് ബാധിക്കുന്നുണ്ട്? അതായത് WHO പഠനത്തില് 100 പ്രസവങ്ങൾ നടക്കുമ്പോൾ 30 പേർക്ക് ഇത് ബാധിക്കും എന്നാണ് പറയുന്നത്, ഡിപ്രഷന്. അതിൽ തന്നെ 2 മുതൽ 3 മേ ബി 4 വ്യക്തികൾക്ക് പെരിനാറ്റൽ സൈക്കോസിസ് ഉണ്ട്. ഇതേ തുടർന്ന് കോവിഡിന് മുമ്പ് ശൈലജ ടീച്ചർ ആരോഗ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഒരു പദ്ധതി ആരംഭിക്കാൻ വേണ്ടി ഞാൻ ബംഗളൂരു നിംഹാൻസിൽ ഇതിനു വേണ്ടി അന്വേഷണം ചെയ്തപ്പോഴാണ് ടീച്ചർ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പൊ ടീച്ചർ എങ്ങനെയാണ് ഇവിടെ എത്തിയത് ഇതിനു വേണ്ടിയിട്ടുള്ള, ടീച്ചർ അക്കാലത്ത് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ടീച്ചറുടെ ഒരു ഇന്റർവ്യൂ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ ടീച്ചറോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് ഇതേ ചോദ്യം, നിങ്ങൾ എങ്ങനെയാണ് ടീച്ചർ അവിടെ ബംഗളൂരു നിംഹാൻസിൽ എത്തിയത്? ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി എന്ന് പറഞ്ഞപ്പോഴേ ടീച്ചറുടെ ഒരു ചേച്ചിയുടെ പ്രസവത്തിൽ 3 പ്രസവത്തിലും സഹോദരിയുടെ ചേച്ചി എന്ന് പറയുന്നത് അവരുടെ സഹോദരി തുല്യമായിട്ടുള്ള ഒരു ചേച്ചിയും കൂടെ 3 പ്രസവത്തിലും അവർക്ക് ഇതുപോലെ പെരിനാറ്റൽ സൈക്കോസിസ്. അവര് പറയുന്നത് 70-80 കാലഘട്ടത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ അന്ന് അതിനെ പേറ്റുചന്നി എന്നാണ് അവിടെ ഉള്ളവർ വിളിക്കുക. അപ്പൊ ആ പേറ്റുചന്നി എന്നുള്ള വിളിക്കുമ്പോഴും ഈ ടീച്ചറുടെ ഒക്കെ കാലാകുമ്പോഴേക്ക് കുഞ്ഞുങ്ങളെ പ്രസവത്തിൽ കൊല്ലുന്നതും അല്ലെങ്കിൽ പ്രസവത്തിന് ശേഷം അല്ലെങ്കിൽ കുട്ടികൾ അമ്മമാര് കൊല്ലുന്ന വാർത്തകളൊക്കെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഡോക്ടർമാർ അവർക്ക് കുറെ കൂടി ഡോക്ടർമാരായിട്ടുള്ള ഒരു ബെൽറ്റ് ഉണ്ടായിരുന്നല്ലോ, അവർ പറഞ്ഞതിൻ്റെ പഠനം എന്നുള്ളതിൻ്റെ ഒരു അവസാനത്തിലാണ് ഒരു ബംഗളൂരു നിംഹാൻസിലെ പിന്നെ മദർ ബേബി കെയർ യൂണിറ്റ് ഉണ്ട് അവിടെ. അതായത് നമ്മൾ ഇത്തരം സംഭവങ്ങൾ വരുമ്പോൾ അമ്മയും കുഞ്ഞിനെയും ഒന്നിച്ചിരുത്തിക്കൊണ്ടാണ് അവർ ചികിത്സിക്കുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ കാലത്തും ഇതിവിടെ ഇതേ റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നായിരിക്കുമോ? എല്ലാ കാലത്തും ഉണ്ട്. ഞാനൊരു ഏറ്റവും പഴക്കമുള്ളൊരു കേസ് എന്ന് പറയുന്നത് കോട്ടയത്തെ ഒരു കേസാണ്. കോട്ടയത്തെ കേസിൽ വെച്ചാൽ അവർ പ്രസവത്തിൽ ഇതുപോലെ 2 കുട്ടികളെയും പ്രസവം കഴിഞ്ഞതിന് ശേഷം കൊന്ന് പിന്നെ അവർ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങുകയാണ് ചെയ്തത്. മുങ്ങി എന്ന് മാത്രമല്ല, അവരെ ഈ കോട്ടയം ജില്ലാ പോലീസ് മേധാവി കഴിഞ്ഞ 2024-23 കാലഘട്ടത്തിൽ ജാമ്യത്തിൽ ഇറങ്ങി മുങ്ങിയവരുടെ ലിസ്റ്റിൽ ഈ സ്ത്രീയും ഉണ്ടായിരുന്നു. അവരെ കോയമ്പത്തൂർ പോയി അവർ ആ വയസ്സായ കാലത്ത് 56 വയസ്സുള്ളപ്പോൾ പോയി അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് ഇവിടെ ജയിലിൽ കൊണ്ടിട്ടിട്ടുണ്ട്. പേഷ്യന്റ് ആണെന്ന് അറിയാതെ അറിയില്ല. നമ്മളെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഈ കേസുകളിൽ ഒന്നും തന്നെ ഒരു സ്ത്രീയെയും സൈക്യാട്രിക് ഇവാലുവേഷന് വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അതായത് നമ്മളൊരു അവര് 302 ആണ് ചുമത്തുന്നത്. അപ്പൊ അത് ചുമത്തി കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫിസിക്കൽ ഇവാലുവേഷന് കൊണ്ടുപോകുന്നുണ്ട്. ഫിസിക്കൽ ടെസ്റ്റ് എന്നാണ് അവരതിനെ പറയുന്നത് തന്നെ. ശരിക്കും സൈക്യാട്രിക് ഇവാലുവേഷൻ നടത്തണം 24/7 എന്നാണ് ആ മാനദണ്ഡങ്ങൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ പറയുന്നത്. പക്ഷെ ഇവരെന്താ വെച്ചാൽ ഈ പ്രഷർ നോക്കും, ഷുഗർ നോക്കും, കൊളസ്ട്രോളും നോക്കും, ബാക്കിയെല്ലാം ഓക്കെ ആണോ നോക്കും, ജയിലിലേക്ക് അയക്കും. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാലേ ഒരു ഫിസിയോളജിക്കലി വരുന്നതാണോ അതോ മെന്റലി വരുന്നതാണോ? രണ്ടും റിലേറ്റഡ് ആണ് മാം. ഇത് കപ്പിൾ ഡിസീസ് ആണ്. ശരിക്കും കപ്പിൾ ഡിസീസ് എന്ന് പറഞ്ഞാല് ഇത് കാരണം പുരുഷന്മാരും കുട്ടികളെ കൊല്ലും. അങ്ങനെയാ ഇവിടെ അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം അതും നമ്മൾ പ്രസവിക്കുമ്പോ ഉണ്ടാവുന്ന ഹോർമോണൽ വ്യത്യാസങ്ങളല്ല, അതുണ്ട്. ഇതില് ഗാർഹിക പീഡനം, സ്ത്രീകൾക്കുണ്ടാവുന്ന ഗാർഹിക പീഡനം, ഭർത്താവിന്റെ മദ്യപാനം, അതുപോലുള്ള ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ എന്നാണ് വിദേശ പഠനങ്ങൾ പറയുന്നത്. അത് ഇന്ത്യയിലെ ഗാർഹിക സിസ്റ്റത്തിന്റെ പ്രശ്നം കൂടിയാണ്. കാരണം നമുക്ക് പ്രസവാചാരങ്ങൾ കൂടുതലാണ്. നൂലുകെട്ട്,
എന്താ പേരിടല് പേരിടല്, പിന്നെ തൊട്ടുകെട്ടല്, പിന്നെ സ്വർണം കെട്ടല്, അങ്ങനെ ഒരുപാടുണ്ട്. ഇപ്പൊ പോത്തൻകോട്ടെ ഒരു സുരിത എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി, അത് രണ്ടാമത്തെ പ്രസവത്തില് പിന്നെ പാതിരാത്രി ആകുമ്പോൾ അതിന്റെ വീട്ടുവളപ്പിൽ തന്നെയുള്ള പിന്നെ കിണറ്റിൽ കുഞ്ഞിനെ കൊണ്ടിടുന്നുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത് 28 കെട്ടിന് അതിന് സ്വർണം കെട്ടാൻ പറ്റാതെ പോയിട്ട് 40ലേക്ക് ആ ചടങ്ങ് മാറ്റിവെച്ചതിന്റെ ടെൻഷൻ ആണ് എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ആ കുട്ടിയും പിന്നെ ജയിലിലേക്കാണ് പോയത്. ഇത് ശരിക്കും വളരെ പത്തറ്റിക്കായ കഥകളുണ്ടല്ലേ ഈ പെൺകുട്ടികൾ. ഓരോ നമ്മുടെ ഇവര് ട്രോമറ്റൈസ്ഡ് ആവുക എന്ന് പറയുന്നത് അവരുടെ ടെൻഷൻ തന്നെയാണ്. പിന്നെ ഹോർമോൺ ഇംബാലൻസ് ഉണ്ട് മെയിൻ കാരണം. പിന്നെ ഈ കുടുംബങ്ങളില് പിന്നെ ഇവരുടെ സപ്പോർട്ടില്ലായ്മ, ഉറക്കമില്ലായ്മ, മെയിൻലി അതൊക്കെ ബാധിക്കുന്നുണ്ട് എല്ലാവരെയും. അപ്പോൾ ആ സമയത്ത് ഒരാൾക്ക് കൊടുക്കേണ്ട റെസ്റ്റ് നിർബന്ധമായും കൊടുക്കണമെന്നാണ്. പ്രസവത്തിന് ശേഷം ഗർഭിണിയായിരിക്കുമ്പോഴും നമ്മൾക്ക് നമ്മുടെ ഒരു സിസ്റ്റത്തിനകത്തെ പ്രസവകാലത്ത് ഗർഭിണിയായിരിക്കുമ്പം ഒരുപാട് ഭക്ഷണങ്ങൾ പലതരം അങ്ങനെയൊക്കെ ഉള്ള ഒരു ചികിത്സാ രീതി, ഒരു ചികിത്സ അല്ല, ഒരു പരിചരണ രീതി ഉണ്ട് അല്ലേ? ഉണ്ട്. അത് കഴിഞ്ഞുണ്ട്. അത് കഴിഞ്ഞും ഒരുപാട് തരത്തിൽ ആയുർവേദ തരത്തിലുള്ള കുളികൾ, അതുപോലെ ഭക്ഷണം, ഇതൊക്കെ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യുന്നില്ല ഉണ്ടാവുമോ? അതോ എങ്ങനെയാണ് അതിനെ കുറിച്ച് ആലോചിച്ചത്? അത് ഞാൻ പറഞ്ഞത് ഈ കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലൊക്കെ ഈ പ്രസവാചാരങ്ങളുടെ ഒരു സമ്മർദ്ദം ഉണ്ട് ഇവർക്ക്. ഉണ്ട്, സമ്മർദ്ദമാണ്. അത് റിലാക്സിങ് അല്ല. റിലാക്സിങ് എന്ന് പറയുന്നത് നമ്മൾ മുമ്പ് പണ്ട് കാലങ്ങളിലുള്ളവര് ആ സമയത്ത് നന്നായി റെസ്റ്റ് എടുക്കും. പക്ഷെ ഈ ഇപ്പൊ ഉള്ള കാലത്ത് എന്ന് പറയുന്നത് റെസ്റ്റ് എന്നതിന് പകരം ചില ഇപ്പൊ അണുകുടുംബമായി, അപ്പൊ അവർക്ക് മൂത്ത കുട്ടീനെ സ്കൂളിൽ വിടാനുണ്ടാവും, അപ്പുറത്തെ ആൾക്കാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇവരെ ആയിരിക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങൾ അവർക്ക് ഈ നീണ്ട അല്ലെങ്കിൽ 40 ദിവസമോ അല്ലെങ്കിൽ ഈ പറഞ്ഞ 90 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റുന്നുണ്ടാവില്ല. പിന്നെ ഏറ്റവും വലിയൊരു പ്രശ്നം അവർ നേരിടുന്നതെന്ന് വെച്ചാൽ, ഞാൻ കണ്ട സ്ത്രീകൾക്ക് ദിവസങ്ങളോളം ഉറക്കമൊഴിച്ചവരായിരുന്നു. അപ്പൊ നമ്മൾക്ക് തന്നെ ഇപ്പൊ ലാസ്റ്റ് ഇപ്പോൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടിയിൽ ഒരു കുട്ടി അതിന്റെ കുഞ്ഞിനെ കൊന്നു. അപ്പോൾ അതിന്റെ അനിയത്തി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കുതിരവട്ടം മാനസികാരോഗ്യ ആശുപത്രിയിലൊക്കെ കാണിച്ചുകൊണ്ടിരുന്നതായിരുന്നു പ്രസവത്തിന് ശേഷമൊക്കെ. പിന്നീട് ജയിലിലൊക്കെ ഇതിപ്പോ എന്റെ ജാമ്യ പരിപാടികളിലൊക്കെ നടക്കുന്നു. അപ്പോൾ ഈ കുട്ടിയുടെ ഒരു പ്രശ്നം വെച്ചാൽ അതിന്റെ ഉറക്കക്കുറവ് നന്നായി ബാധിക്കുന്നുണ്ട്. ഈ കുഞ്ഞുണ്ടായി കഴിഞ്ഞ ശേഷം പാല് കൊടുക്കാനും, കുഞ്ഞുറങ്ങില്ല, ഇവരുറങ്ങിയില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ സ്വാഭാവികമായിട്ട് ഉറങ്ങുമല്ലോ, പകലുറങ്ങും. പക്ഷെ ഈ സ്ത്രീകൾ ആ സമയത്ത് പകലും ഉറങ്ങിയില്ല, പകല് ജോലി ഉണ്ടാവും, രാത്രി ആവുമ്പോൾ കുഞ്ഞ് നിർത്താതെ കരയുന്ന കുഞ്ഞുങ്ങളുണ്ടാവും. അപ്പോൾ ഈ ഇതിലേക്ക് ഈ അവസ്ഥയിലേക്ക് പെരിനാറ്റൽ ഡിപ്രഷൻ ഉണ്ട്, ബ്ലൂസ് ഉണ്ടാവും. 3 ഘട്ടങ്ങളാണ് ഇതിന്. ബ്ലൂസ് ഉണ്ടാവും, ഒരു മന്ദിപ്പാണ്, ഒന്നിനോട് ഒരു താല്പര്യമില്ലായ്മ, അതൊരു ബ്ലൂസിലേക്കാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളോടുള്ള താല്പര്യമൊക്കെ കുറഞ്ഞു വരും, ഭാവി ഇനി എന്താവും എന്നുള്ള ചിന്തകളിലേക്ക് വരും. സൈക്കോസിലേക്ക് വരുമ്പോഴേ ഇവരുടെ കൺട്രോളിലല്ല കാര്യങ്ങൾ, അതായത് ഹാലൂസിനേഷനോ ഡെലൂഷനോ സംഭവിക്കുന്നുണ്ടെന്നുള്ളത്. മൂന്നാമതൊരാള് ഇവരെ കൺട്രോൾ ചെയ്യുന്നതായിട്ടാണ് ഇവർക്ക് തോന്നുന്നത്. എല്ലാ കൊലപാതകങ്ങളും എല്ലാ കൺട്രോളും അവര് വേറൊരു ലോകത്തേക്ക് പോയി. അപ്പൊ ഞാൻ കണ്ട സ്ത്രീകൾക്ക് എന്ന് വെച്ചാൽ വളരെ കുറച്ച് പേർക്കാണ് ആ സമയത്ത് എന്താണ് നടന്നത് എന്നുള്ളത് ഓർത്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം അത്രയും ഓർത്തെടുക്കാൻ കഴിയാത്ത വിധത്തിൽ മുറിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ ഓർമ്മകള്. എന്താണെന്ന് ഓർമ്മയില്ല, അതുവരെയുള്ളത് ഓർമ്മയുണ്ട്. പിന്നെ അവര് ഈ ശബ്ദങ്ങളെയാണ് അവര് പറയുന്നത്. അപ്പൊ മിക്കവാറും അത് ഓഡിയോ ഹാലൂസിനേഷൻ ആണ്. ചിലർ 1-2 പേർക്കാണ് വീഡിയോ ഹാലൂസിനേഷൻ ആയിട്ടൊക്കെ ഉള്ളത്. അപ്പോൾ ഈ പ്രശ്നങ്ങളിലേക്ക് ഇവർ എത്തിപ്പെടാനെന്നുള്ളത് ഇവർ ഒരു ദിവസം കൊണ്ട് എത്തിയതല്ല. ഇവരുടെ പിന്നെ ഒരുപാട് നാളുകൾ കൊണ്ടാണ് ഇവർ ഈ സ്റ്റേജിലേക്ക് എത്തുന്നത്. അപ്പോൾ കേരളത്തിൽ ഞാനിതിലേക്ക് അന്വേഷണം എത്തിക്കുക എന്നുള്ളത് ഈ കൊറോണ കാലത്താണെങ്കിലും ഇന്റർനാഷണൽ ജേർണലിസ്റ്റ് ആണെങ്കിലും ഈ പറഞ്ഞ വിഷയത്തിൽ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരെ എത്തിയതുള്ളൂ. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ കാരണം ഒരാളും കുഞ്ഞിനെ കൊല്ലില്ല. കുഞ്ഞിനെ കൊല്ലണമെന്ന് തോന്നിയാൽ പോലും അവർക്കൊരു സെൻസ് ഉണ്ട് ആ സമയത്ത് മാത്രം അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അപ്പം തന്നെ തിരുത്തി തോന്നുന്ന ബ്രെയിനും കൂടെ വർക്ക് ചെയ്യും. പക്ഷെ ഈ പെരിനാറ്റൽ സൈക്കോസിസ് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ ബ്രെയിൻ അവിടെ വർക്ക് ചെയ്യില്ല, ഡെഡ് ആയിരിക്കും. കാരണം അവരുടെ ഡോപ്പമിൻ്റെ അളവ് കുറഞ്ഞിരിക്കുന്ന സമയമായതുകൊണ്ട് തന്നെ അവർ ഹാലൂസിനേഷനിലേക്കാണ് കൂടുതൽ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഈ വിഷയം കൂടുതൽ ഒന്നും കൂടി സെർച്ച് ചെയ്യണം, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിലേക്ക് കടന്നു പോകുക എന്നുള്ളത് എനിക്ക് ക്യാമറയ്ക്ക് മുന്നിലേക്ക് സ്ത്രീകളെ കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അവരുടെ ട്രസ്റ്റ് എന്ന് പറയുന്നത്, ആ ട്രസ്റ്റ് ഏറ്റുവാങ്ങുക എന്നുള്ളതും ഭയങ്കര ഒരു പ്രയാസം തന്നെയായിരുന്നു പലപ്പോഴും. കാരണം അവരുടെ ഈ സംഭവത്തിന് ശേഷം
കേരളത്തിലെ എന്താ പറയാ ഈ പരിപാടിയിൽ വന്ന എല്ലാവരും തന്നെ കുഞ്ഞുങ്ങളെ കൊന്നവരായിരുന്നു. അതെ, എല്ലാവരും കുഞ്ഞുങ്ങളെ കൊന്ന. അതായത് തൃശ്ശൂരിലൊക്കെ സൈന എന്ന് പറയുന്നത് 3 കുഞ്ഞുങ്ങളെ കിണറ്റിലിട്ടിട്ട് ഒരു കുട്ടി മാത്രം രക്ഷപ്പെട്ട ഒരാളാണ്. അപ്പോൾ സൈനയ്ക്ക് ഇനി ഒരിക്കലെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമെന്ന് ജയിലിൽ നിന്ന് പോലും അവരറിയില്ല. തൃശ്ശൂർ സെൻട്രൽ ജയിലിൽ അവിടെ കിടക്കുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതൊരു സൈക്കോ മെന്റൽ പ്രോബ്ലം ആണ് എന്ന് പറഞ്ഞ് നിയമം ഇവരെ നമ്മുടെ ലീഗൽ സ്ട്രക്ചർ അതാണ് ഏറ്റവും വലിയ പിന്നെ അപജയം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ നമുക്കൊരു ഞാൻ പറഞ്ഞില്ലേ ഇൻഫന്റിസൈഡ് ആക്ട് ഇല്ല ഇന്ത്യക്ക്. അതായത് നമ്മൾ പല കാര്യങ്ങളും പല രാജ്യങ്ങളിൽ നിന്നും ഭരണഘടനയിൽ കടം കൊണ്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇപ്പോൾ 1925 ബ്രിട്ടൻ ഇൻഫന്റിസൈഡ് ആക്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ 1947 നമ്മൾ സ്വാതന്ത്ര്യം കൊണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ 56 നമ്മൾ ഭരണഘടന ഉണ്ടാക്കി അത് വിഭാവനം ചെയ്യുന്ന സമയത്ത് അത്തരത്തിലുള്ള നിയമങ്ങളൊന്നും നമ്മൾ ഇവിടേക്ക് കടം കൊണ്ടിട്ട് ഇല്ല എന്നുള്ളതാണ്. ആ ഇൻഫന്റിസൈഡിന്റെ ആക്ട് തന്നെ അതിന് തുടർച്ചയായിട്ട് ഒരുപാട് അമെൻമെന്റ്സ് അവർ വന്നിട്ടുണ്ട്. അത് പ്രകാരം അവിടെ ഇത്തരം കേസുകൾ നടന്നാൽ അവർക്ക് ലീഗലി പ്രൊട്ടക്ഷൻ ഉണ്ട്, മെഡിക്കൽ പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ മാമിന് ഓർമ്മയുണ്ടാവും ആൻഡ്രിയ പിയായേറ്റ്സ് എന്ന് പറഞ്ഞ ഒരു വലിയ കേസ് ഉണ്ടായിരുന്നു അമേരിക്കയുടെ ചരിത്രത്തിൽ. അവർ പറയുന്നത് നൂറ്റാണ്ടിലെ കൊലപാതകം എന്ന് വിശേഷിപ്പിച്ച ഒരു കൊലപാതകം ഉണ്ടായിരുന്നു. 5 കുട്ടികളെ ബാത്ടബിൽ മുക്കിക്കൊന്നൊരു സംഭവമായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവരുടെ കേസിൽ അവരുടെ ഹിസ്റ്ററിയിൽ ആദ്യമായിരുന്നത്. അപ്പോൾ ഇവരുടെ ഹിസ്റ്ററിയിൽ ഇവർ ഇതിനെ പ്രോസിക്യൂട്ട് ചെയ്ത് ഇവരിനെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയിട്ട് ഇവർ ജൂറി തീരുമാനിച്ച് അവരയക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ എന്തുണ്ടായെന്ന് വെച്ചാൽ ഒരു പ്രൊട്ടക്ഷൻ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ പ്രൊട്ടക്ഷൻ തെരുവിലിറങ്ങുകയാണ് ചെയ്യുന്നത് ജനങ്ങൾ. കാരണം ഇത് അവർ പറഞ്ഞത് ഇത് സ്റ്റേറ്റിന്റെ കുഴപ്പമാണ്, ഇതിന് സ്റ്റേറ്റ് ആണ് ഉത്തരവാദി. അതായത് ആൻഡ്രിയ പിയായേറ്റ്സ് അല്ല കുറ്റക്കാരി, അവർക്ക് കൃത്യസമയം ചികിത്സ ലഭ്യമാക്കാത്ത സ്റ്റേറ്റ് ആണ് ഉത്തരവാദി എന്ന് ആ ജനത പറയുകയും ആ അമേരിക്കയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കേസ് വിധി എഴുതിയ കേസിനെ അവർ റീകോൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ വീണ്ടും 12 അംഗ ജൂറിയെ വെച്ചു ഈ കേസ് പഠിക്കാനും ഈ കേസിനെ പുനർവിചാരണ ചെയ്യാനും വിധി പറയാനും. അങ്ങനെ വിധി അവർ ആ കേസിൽ മാത്രം അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കുട്ടിക്കാലത്തെ അധ്യാപകര്, കുട്ടിക്കാലത്തെ കൂട്ടുകാര്, വലുതായപ്പോൾ ഉണ്ടായിരുന്ന കൂട്ടുകാർ, കോളേജിലുള്ളവർ, അവരെ ചികിത്സിച്ച ഡോക്ടർമാര്, പാരൻസ്, ഫാമിലി ഡോക്ടേഴ്സ്, ഇവരെല്ലാം പ്രോസിക്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ എവിടെയാണ് ഇവർക്ക് ഈ സ്ത്രീ ഇതിലേക്ക് പോയതെന്നുള്ള ശരിയായ റീസൺ അവർ കണ്ടെത്തുകയും ഇവർക്ക് പെരിനാറ്റൽ സൈക്കോസിസ് ആയിരുന്നു എന്ന് വിധി എഴുതുകയും അവരെ മെഡിക്കൽ ട്രീറ്റ്മെന്റിലേക്ക് അയക്കുകയാണ് ചെയ്തത്. ഹോസ്പിറ്റലിലേക്കാണ് അവരുടെ ജയിൽവാസം പിന്നീട് അവർ മാറ്റിയത്. അപ്പൊ നമ്മളെ ഇവിടെ എന്ത് ചെയ്തു, നമ്മളിവിടെ പ്രസവിച്ച് ഉടനെ അവരെന്ത് ചെയ്തു, ആ ടെൻഷനിൽ അവർ കൊന്നു. ഇപ്പൊ ഈ ഷാഹിനയുടെ ഒരു കേസ് വരെ പ്രസവിച്ച് ആ ചോര പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അവളെ ജയിലിൽ, കണ്ണൂർ ജയിലിലാണ് കൊണ്ടിട്ടത്. അന്ന് കൊറോണ കാലമായിരുന്നു. അപ്പൊ അവിടെ എന്തോ പിന്നെ ജയിൽ റെനോവേഷൻ എന്തോ നടക്കുകയായിരുന്നു കാസർഗോഡ്. അപ്പൊ അവർ കണ്ണൂരിലാണ് കൊണ്ടിട്ട്. കണ്ണൂർ ജയിലിൽ വെച്ചിട്ട് ഇവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി കറക്റ്റ് അല്ല എന്ന് ആ പിന്നെ ജയിലധികൃതർക്ക് തോന്നിയതുകൊണ്ടാണ് അവർ കുതിരവട്ടത്ത് കൊണ്ടുപോയി അതിനെ ചികിത്സിച്ചത്. അപ്പോൾ എത്ര സമയമെടുത്തു അതിന്റെ ട്രീറ്റ്മെന്റ് കിട്ടാൻ. അപ്പൊ അതിന്റെ ട്രീറ്റ്മെന്റിൽ കൊറോണ കാലത്ത് നമ്മൾ പറയും എല്ലാവരും വീടുകളിൽ എത്തുമെന്ന് വിചാരിച്ച കാലത്താണ് ഇത് നടന്നതെന്നുള്ളതാണ്. അല്ല, അപ്പൊ നമ്മുടെയൊക്കെ തലമുറക്കാരും നമുക്ക് മുന്നിലുള്ളവരൊക്കെ പറയും നമ്മളും ഒക്കെ പ്രസവിച്ചതല്ലേ, എത്രയേറെ പ്രസവങ്ങൾ ഇവിടെ നടന്നു. ഇത് ഈ പുതിയ ജനറേഷന്റെ ഒരു ഒരുപാട് ഫാഷനിൽ ഒന്നാണ് ഇങ്ങനെ ഒരു അസുഖം വരുന്നതെന്ന് ഞാൻ തന്നെ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതാണ് ശരിക്കും നമ്മുടെ സമൂഹം ഇന്നും ഇതിനെ എടുത്തിരിക്കുന്നത്. സ്ത്രീകൾക്ക് പ്രസവം കഴിഞ്ഞുണ്ടാകുന്ന അസ്വസ്ഥത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും പുതിയ കാലത്തെ പിള്ളേരുടെ ഒരു തമാശ ഫാഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു രീതി എന്ന തലത്തിലേക്കാണ് ഇതിനെ എടുത്തിരിക്കുന്നത്. അപ്പം ഫൗസിയ ഇത്രയും വലിയൊരു വിഷയത്തെ ഇത്രയും സീരിയസ് ആയി അവതരിപ്പിക്കുന്നു എന്നുള്ളത്, അവതരിപ്പിച്ചപ്പെട്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായി തോന്നുന്നുണ്ടോ? അതെ, അന്ന് അവര് പറയുന്നുണ്ടല്ലോ, ഇപ്പൊ നോർമലൈസ് ചെയ്യാണ് നമ്മൾ പറയാ. അതിനെ നോർമലൈസ് ചെയ്ത് അക്കാലത്തും കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അക്കാലത്ത് കൊലപാതകങ്ങൾ നടത്തി എന്ന് ഞാൻ വിശ്വസിക്കുന്ന, അതായത് ഞാൻ ആ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ല. 2 കുഞ്ഞുങ്ങളെ കിണറ്റിലിട്ടു ഒരു സ്ത്രീ ഉണ്ടായിരുന്നു നാട്ടില്. അവരെ ഞാൻ പിൽക്കാലത്ത്, അതായത് ഈ വിഷയത്തിന്റെ ഭാഗമായിട്ട് പോയി കണ്ടിട്ടുണ്ട്. അവരോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്. അവര് പിന്നീട് വേറെ കല്യാണം കഴിച്ചു പോയതിലൊക്കെ മക്കളുണ്ട്. അപ്പോൾ അവര് അതിനെ ഓർക്കുന്നത് എങ്ങനെയാ വെച്ചാല് ജിന്ന്, അത് മുസ്ലിം മതവിശ്വാസമാണ്, ജിന്ന് കൊണ്ട് കിണറ്റിലിട്ടു എന്നാണ് അവര് പറയുന്നത്. അങ്ങനെ ഒരു സംഭവം ഒരിക്കലും ഉണ്ടാവില്ല നമുക്കറിയാലോ. പക്ഷെ അവര് നോർമൽ അല്ല ആ സ്ത്രീയെ.
മനസ്സിലായോ? അവർക്ക് അക്കാലത്ത് പിന്നെ അന്നത്തെ ഇപ്പൊ മാം നമ്മൾ പറയുന്നത്, ഇപ്പൊ ഞാൻ പറയുന്നത് ഇപ്പൊ ഈ 112 അല്ലെങ്കിൽ 100-ലധികം കേസുകൾ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസുകളാണ്. ചെയ്യാത്ത എത്രയോ കേസ് മാം എന്നെ കുഞ്ഞ് ബക്കറ്റിൽ വീണ് മരിച്ചു. എങ്ങനെ ബക്കറ്റിൽ വീണ് മരിക്കുക കുട്ടികള്? അങ്ങനെ ഉണ്ടല്ലേ, ഉണ്ടാവില്ലേ? അങ്ങനെ പറയൂ നമ്മൾ, ബക്കറ്റിൽ വീണ്. അതുപോലെ തൊണ്ടയിൽ മുലപ്പാൽ കുടുങ്ങി മരിച്ചു, അങ്ങനെയൊക്കെ അത്തരം വാർത്തകളൊക്കെ നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ ആ വാർത്തകൾക്ക് പിന്നാലെ പോയാണ്ട് അവരെ ക്രൂശിക്കല്ല വേണ്ടത്, അവർക്ക് ട്രീറ്റ്മെന്റ് ലഭ്യമാക്കണം, അവർക്ക് ശരിയായ ചികിത്സ ഉറപ്പാക്കുകയാണ് ഒരു സിസ്റ്റം ചെയ്യേണ്ടത്. അപ്പൊ നമ്മുടെ ഗൈനക്കോളജിസ്റ്റുകൾ ഇതിനെ കുറിച്ച് അവെയർ അല്ല. ഗൈനക്കോളജിസ്റ്റുകൾ അവെയർ അല്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് മഞ്ചേരിയിലെ അനീസ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുണ്ട്. അതായത് നമ്മുടെ യൂണിവേഴ്സിറ്റി ഉണ്ട്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ അടുത്താണ് അവരുടെ താമസം. ആ കുട്ടി രണ്ടാമത് പ്രസവിച്ച് 40 ദിവസമേ ഉള്ളൂ. അപ്പൊ അന്നും അതിന്റെ ഉമ്മ, അതായത് ഈ കൊലപാതകം നടക്കുന്ന ദിവസവും ഈ മഞ്ചേരി ഹോസ്പിറ്റലിലെ ഗൈനക്കോളജിസ്റ്റിന്റെ അടുത്തേക്ക് ഈ ഉമ്മ മോളെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പൊ മോൾക്ക് അപ്പൊ അവര് ഡ്രിപ്പ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്തോ കുഴപ്പമുണ്ടെന്ന് ഈ അമ്മ പറയുന്നുണ്ട്, ഇവളുടെ പെരുമാറ്റം ശരിയില്ല, എന്തെങ്കിലും ഒന്ന് ചെയ്യും, അത് ഒരു കുഴപ്പമില്ല, അതിപ്പോ ക്ഷീണം കഴിഞ്ഞാൽ മാറുമെന്നാണ്. അന്ന് ഡിസ്ചാർജ് ചെയ്ത് വിടുകയാണ്. ആ ഡിസ്ചാർജ് ചെയ്ത് വിട്ട രാത്രിയാണ് ഈ കുട്ടി ഇവര് ഒച്ചയും ബഹളമൊക്കെ കേൾക്കുമ്പോഴേക്ക്, അപ്പൊ കുഞ്ഞിന് പാല് കൊടുത്ത് തിരികെ വാങ്ങേണ്ടവരായിരുന്നു ഇവര്. അപ്പൊ അവര് വിചാരിച്ച് കുഞ്ഞിനെ നോക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ കുഴപ്പമില്ലാന്ന് വിചാരിച്ച് അവളുടെ അടുത്ത് തന്നെ കിടത്തിയിട്ടാണ് ആ ഉമ്മ അപ്പുറത്ത് ഒന്ന് കിടന്ന് വാങ്ങിയതേ ഉള്ളൂ എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. അവർ ആ ഓഡിയോ തന്നെ വീഡിയോ നമ്മൾ മറക്കില്ല മരണം വരേക്കും. കാരണം അവർ പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇന്നും തോന്നുന്ന വിഷമത്തിൽ ആ കുഞ്ഞിനെ ഇപ്പുറം കെടുത്തിയിരുന്നെങ്കിൽ ആ കുഞ്ഞ് ജീവനോടുണ്ടാകുമായിരുന്നല്ലോ എന്ന് പറഞ്ഞിട്ടാണ് അവർ കരയുന്നത്. അപ്പോ ഡോക്ടർ എന്ത് പറഞ്ഞത്? കുഴപ്പമില്ല എന്നല്ലേ പറഞ്ഞത്. ഗൈനക്കോളജിസ്റ്റിനെ ഈ മാഡ്നെസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല ഗൈനക്കോളജിസ്റ്റിൽ നിന്ന്. അതിനല്ലെങ്കിൽ അവർ പറയണ്ടേ, മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട്, അവിടെ സൈക്യാട്രി വിഭാഗവും ഉണ്ട്, അവിടേക്ക് മാറ്റാൻ പറയണ്ടേ. അവിടെ ഒന്ന് കാണിക്കൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇവർ കൊണ്ടുപോകില്ലേ? അത് കൊണ്ടുപോയില്ല. അത് കൊണ്ടുപോകാനുള്ള വിജ്ഞാനോ അറിവോ ഇവർക്കും ഉണ്ടായിരുന്നില്ല, പക്ഷെ ഡോക്ടർക്ക് ഉണ്ടാവില്ലേ? പക്ഷെ ഡോക്ടർ അത് തിരിച്ചറിയാതെ ഡോക്ടറുടെ സമയക്കുറവോ? അല്ല, എനിക്ക് തോന്നുന്നു ഈ മേഖലയിൽ ഇതിന് സീരിയസ് ആയി നമ്മൾ എടുത്തിട്ടില്ലായിരിക്കും. ഇല്ല, അതാണ് ഞാൻ പറഞ്ഞത്. അതിന് കൊടുക്കേണ്ട ഗൗരവം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രസവിക്കുന്ന ഓരോ സ്ത്രീയെയും അതിനുശേഷം ഇങ്ങനെ ഒരു സ്ക്രൂട്ടിനി, അല്ലെങ്കിൽ ഓരോ സ്ത്രീയുടെയും മാനസികാവസ്ഥ, ശാരീരികാവസ്ഥ നോക്കുന്നുണ്ടാവും. നമ്മളിപ്പോൾ ബ്ലീഡിങ് ഉണ്ടോ, അല്ലെങ്കിൽ BP കൂടുന്നുണ്ടോ, അതുപോലെ തന്നെ ഈ മാനസികാവസ്ഥ നോർമലാണോ എന്ന തരത്തിലോട്ട് നോക്കുന്നുണ്ടാവില്ല. ഇല്ല, അതിലെന്തെന്നറിയുമ്പോ പോലീസ് പറഞ്ഞത്, ഞാൻ ഈ വിവരാവകാശങ്ങൾ തേടി, അതായത് ഇപ്പോൾ 90 മുതലുള്ള വിവരാവകാശങ്ങളാണ് പോലീസിൽ നിന്ന് എടുത്തത്, പിന്നീട് ജയിലിൽ നിന്ന് എടുക്കണം. അപ്പോൾ 2024 ജയിൽ DGP എന്ന് പറയുന്നത് ബൽറാം കുമാർ ഉപാധ്യായ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹത്തോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അയാളുടെ അടുത്ത് ചെല്ലുന്നു. അപ്പോൾ ഈ പ്രീപാർട്ടം സൈക്കോസിസ്, പോസ്റ്റ്പാർട്ടം സൈക്കോസിന്റെ ഭാഗമായിട്ട് കുഞ്ഞുങ്ങളെ കൊന്നവരുടെ ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവരായിട്ട് ഒരു ഇന്റർവ്യൂ കിട്ടുമോ എന്നുള്ളതാണ്. ശ്രമകരമാണ്, എങ്കിലും ഞാൻ ഒരു ശ്രമം നടത്തി നോക്കാന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ മുമ്പിൽ ഒരു സമ്മതം കിട്ടാൻ വേണ്ടി ചെല്ലുന്നത്. അപ്പൊ അവരെന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, മാഡം നിങ്ങൾക്ക് അക്ഷരം തെറ്റിയതാണോ എന്ന്. പോസ്റ്റ്പാർട്ടം എന്നുള്ളതേ പോസ്റ്റ് മാർട്ടം എന്നല്ലേന്ന്. അപ്പോ പിന്നെ അത്രയും എക്സ്പീരിയൻസ് ആയിട്ട് എത്രയോ കേസുകൾ കൈകാര്യം ചെയ്ത IPS കാരനായ അദ്ദേഹം എന്നോട് അത് തിരിച്ച് ചോദിക്കാനുള്ള ഒരു ആർജവം ഉണ്ടായെങ്കിൽ ഇത്തരം സംഭവങ്ങളെ കുറിച്ച് അവർക്ക് പോലും ഒരു ജ്ഞാനം ഇല്ല എന്നുള്ളതല്ലേ. അപ്പൊ ഇന്ത്യൻ നിയമവ്യവസ്ഥയുടെ തന്നെ മാറ്റങ്ങളാണ് അവിടെ വേണ്ടത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഒരുപാട് അവയർനെസ് ഇതിനെക്കുറിച്ച് വരുത്താനുണ്ട്. ഇപ്പൊ നമ്മൾ പ്രസവിക്കുന്ന ഒരു സ്ത്രീക്ക് വീട്ടിൽ പോകാനായിട്ട് രൂപ വരെ കൊടുക്കുന്നുണ്ട്. അത്തരം തരത്തിലേക്ക് നമ്മൾ പരിചരണം, നമ്മൾ ഗർഭസ്ഥ ശിശുവിനെ, അതുപോലെ തന്നെ അതിന്റെ പോഷകാഹാരം ഗർഭിണികൾക്ക് കൊടുക്കുന്നുണ്ട്. എല്ലാ തരത്തിലും നമ്മളിപ്പോൾ കേരളത്തിൽ പോലും, പക്ഷെ കേരളത്തിൽ പോലും ഇത്രയും വളരെ ഗ്രേവായ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഈ ഹൗസ് ചെയ്തിനെ കുറിച്ചുള്ള പഠനം നടത്തിയതിൻ്റെ ബേസിസിൽ എന്താണ് നമ്മുടെ ഗവൺമെൻറ്റിനോട് അല്ലെങ്കിൽ നമ്മളുടെ സമൂഹത്തോട് ഈ ഒരു ഗർഭിണിയായ സ്ത്രീ, അതുപോലെ തന്നെ പ്രസവിച്ച സ്ത്രീ, അവൾക്ക് കൊടുക്കേണ്ട മാനസികമായ പരിചരണത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവളുടെ മാനസികാവസ്ഥയെ നമ്മൾ എങ്ങനെ ശ്രദ്ധിക്കണം എന്നാണ് തോന്നിയിട്ടുള്ളത്? എനിക്ക് ഏറ്റവും ആദ്യം എന്താണെന്ന് അറിയുമോ, ഞാനും ഗർഭിണിയായിരുന്ന സമയത്താണെങ്കിൽ പോലും ഞാൻ അതായത് കൊച്ചിയിലെയും നിലമ്പൂരിലെയും ഡോക്ടേഴ്സിനെ കാണിച്ചുകൊണ്ടിരുന്നതാണ്. ഈ 2 ഡോക്ടേഴ്സ് ആണെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ചൊരു അറിവ് തന്നെ. ഞാൻ സ്വന്തം അനുഭവത്തിലാണ് പറയുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അറിയില്ല.
നമ്മളടുത്ത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു സൂചന പോലും ആർക്കും കൊടുത്തിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നത്. കാരണം ഹോസ്പിറ്റൽ ആ എക്സ്പീരിയൻസും നമ്മൾ അനുഭവിച്ചതാണ്. ഞാൻ ഇപ്പോഴും പറയുന്നത് ഗർഭിണികളായിട്ടിരിക്കുന്ന സ്ത്രീകളോടാണെങ്കിലും ഇനി ഗർഭം ധരിക്കാൻ പോകുന്നവരോടാണെങ്കിലും ഈ മുറി വൈദ്യന്മാരെ അല്ലെങ്കിൽ നമ്മൾ ഈ കാണുന്ന ലേഖനങ്ങളോ അല്ലെങ്കിൽ അത്തരം വീഡിയോ ചാനലുകളോ യൂട്യൂബ് ചാനലുകളോ ഡിപ്പെൻഡ് ചെയ്യരുത്. ഏറ്റവും ആധികാരികമായ ഡോക്ടർമാരെ ഇതിൽ ഡിപ്പെൻഡ് ചെയ്തേ. അതിലെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാലേ, നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഇന്നും ഈ മറ്റെന്താണ് മാനസിക ആരോഗ്യം അല്ലെങ്കിൽ മാനസിക രോഗം, മാനസിക രോഗ കുറിച്ചുള്ള സ്റ്റിഗ്മ ഭയങ്കരമാണ്. അപ്പൊ അതിനിടയിൽ കല്യാണം കഴിച്ച് പ്രഗ്നന്റ് ആയ ഒരു പെൺകുട്ടി അവൾക്ക് പ്രസവിക്കുന്ന സമയത്ത് അവളുടെ ഫസ്സായിട്ട് അല്ലെങ്കിൽ അവളുടെ ഒരു എന്താണ് ശാഠ്യമായിട്ടൊക്കെ മാത്രമേ നമ്മുടെ സമൂഹം ഇതിനെ എടുക്കുകയുള്ളൂ. നല്ല മാനസിക രോഗമുള്ളവരെ പോലും ചികിത്സിക്കാത്തൊരു സമൂഹമാണ് നമ്മൾ ഉണ്ട്. അതില് എന്താ പറയുക, സോഷ്യൽ സ്റ്റിഗ്മ ഈ പറഞ്ഞ പോലെ ഒരു വലിയ തടസ്സമാണ്. സോഷ്യൽ സ്റ്റിഗ്മ എന്താ, അതുകൊണ്ടാണ് ഇവർ ഈ പറഞ്ഞ കൂടോത്രമാണ് അല്ലെങ്കിൽ അന്ധവിശ്വാസത്തിന്റെയും പിറകെ പോകുന്നത്. അത് ആരും അറിയാതിരിക്കാൻ. ഈ പെരിനാറ്റൽ സൈക്കോസിസ് എന്ന് പറയുന്നത് 100% ചികിത്സിച്ച് മാറ്റാൻ പറ്റുന്നതാണ്. അതായത് ഒരു കുഞ്ഞുങ്ങളെ കൊന്നു കളയുന്നതിനേക്കാൾ എത്രയോ ഭേദമല്ലേ ആ സ്ത്രീയെ തിരികെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല. ഇങ്ങനെ വന്ന സ്ത്രീകളെ നമ്മുടെ ഈ പറഞ്ഞ സൊസൈറ്റി തന്നെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിവോഴ്സ് ചെയ്യുന്നുണ്ട്, ഇവർ ഒഴിവാക്കുന്നുണ്ട്. അതോടുകൂടി ഇവരുടെ രോഗം മൂർച്ഛിച്ചിട്ടേ ഉള്ളൂ. ഇവര് ആരും തന്നെ രോഗമുക്തരാവുകയല്ല ചെയ്തത്. അപ്പൊ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തു, അനാഥമായി പോയി. ബാക്കിയുള്ള കുഞ്ഞുങ്ങൾ അനാഥമായി പോയി എന്നുള്ളത് തന്നെയാണ്. ഈ കൊലപാതകങ്ങൾക്ക് ശേഷം ഈ സ്ത്രീകൾ ആരും തന്നെ കുടുംബങ്ങളിലേക്ക്, അതായത് സ്വന്തം റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ ധൈര്യമില്ലാത്തവരാണ്. അത്രമേൽ ഒറ്റപ്പെടുത്തി കളഞ്ഞിട്ടുണ്ട്. ഈ സമൂഹത്തിന് വലിയ ഉത്തരവാദിത്വമുണ്ട്. അത് ഈ പറഞ്ഞ സമൂഹത്തിന്റെ ജ്ഞാനക്കുറവാണെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ഒരു കൊലപാതകങ്ങൾ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഒരു സ്റ്റേറ്റ് ആണ് മുൻകൈ എടുക്കേണ്ടത്. ആ സ്റ്റേറ്റ് എടുക്കാത്തോടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ആൻഡ്രിയ പിയായേറ്റ്സിന്റെ വിഷയത്തില് അവിടുത്തെ ജനതയാണ് ആ പ്രൊട്ടക്ഷൻ എടുത്തത്. അതായത് അവിടെ ഒരു പ്രൊട്ടസ്റ്റ് വരികയാണ്, ഇത് സ്റ്റേറ്റ് ആണ് ഉത്തരവാദി. പക്ഷെ നമ്മളെ ഓരോ സ്ത്രീകളും കൊല്ലുമ്പോഴേ നമ്മുടെ സ്റ്റേറ്റ് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നില്ല, ഒപ്പം ജനങ്ങളും ചെയ്യുന്നില്ല. എന്താ അവർ പറയുന്നത്, കാമുകന്റെ കൂടെ ഓടിപ്പോകാം അല്ലെങ്കിൽ മറ്റെന്തോ ആവശ്യത്തിന് ഇവളെന്ത് ചെയ്യണം, ഇവളെ തൂക്കിക്കൊല്ലണം, ഇവളെ മറ്റത് ചെയ്യണം, മറിച്ചത് ചെയ്യണം, ഇങ്ങനെ ഒത്തിരി കമന്റ്സ് നമ്മൾ ഇങ്ങനെ ഇടും. അപ്പൊ എന്ത് ചെയ്തു, പിന്നെ ഈ പ്രസ്തുത കുടുംബങ്ങൾക്ക് ഈ കുട്ടിയെ പിന്നീട് പ്രൊട്ടക്ട് ചെയ്യാൻ കഴിയാതെ പോവുകയാണ് ചെയ്യുന്നത്. അവരുടെ മകളായിരിക്കാം, മരുമകളായിരിക്കാം, പക്ഷെ കൊലപാതകി എന്നുള്ള ലേബലൈസ് ചെയ്യാണ് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ഉത്തരവാദി എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ്. ഞാൻ ഇന്നും ഇപ്പോഴും വിശ്വസിച്ച് പറയുന്നു 100% സ്റ്റേറ്റ് മാത്രമാണ്. ഒരു സ്റ്റേറ്റ് ഇത്തരം നിയമങ്ങൾ, അതായത് നമ്മളൊരു ജനതയെ തെരഞ്ഞെടുക്കുന്നത്, ഒരു ജനത ഒരു ലീഡേഴ്സിനെ തെരഞ്ഞെടുക്കുന്നത് ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കാൻ കൂടിയാണ്. അതെ, പക്ഷെ ആ നിയമത്തെക്കുറിച്ച് എനിക്ക് തോന്നുന്നു ഇനിയും ഒരു സീരിയസ് ആയ ഒരു ബോധത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. അല്ലെങ്കിൽ വളരെ എളുപ്പമല്ലേ, നമ്മുടെ നാട്ടിൽ എല്ലാ പ്രസവങ്ങളും ആശുപത്രികളിലാണ് നടക്കുന്നത്. അപ്പൊ ഈ ആശുപത്രികളിൽ നടക്കുന്ന പ്രസവത്തിന്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു സാഹചര്യം കൂടെ അപ്പൊ പോകുമ്പോൾ ഇപ്പൊ ആശാ വർക്കർമാര് അവരുണ്ട്, നമ്മൾക്ക് ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ അവരെ ഇവരുടെ പിന്നാലെ എപ്പോഴും അതുവരെ അത് അതിനുശേഷം ഈ കുഞ്ഞ് പാല് കുടിക്കുന്നു എന്ന് അന്വേഷിക്കാനുണ്ട്, എല്ലാ കാര്യങ്ങളും കുത്തിവയ്പ്പായിട്ട്. അതുപോലെ തന്നെ അതുപോലെ ഒരു രീതിയാക്കി മാറ്റിയാൽ പോലെ. അതെ, ഈ ഗർഭിണികൾ കുത്തിവെപ്പെടുത്തില്ലെങ്കിലും, ഇപ്പൊ കൊറോണക്കാണെങ്കിലും കുത്തിവെപ്പെടുത്തില്ലെങ്കിൽ, കുട്ടികൾ കുത്തിവെപ്പെടുത്തില്ലെങ്കിലൊക്കെ ഈ നാട്ടിലെ കേസുണ്ട്. ഈ ഇവരെ നിർബന്ധമായിട്ട് ഇവര് പോലീസ് പിന്നീട് ആരോഗ്യവകുപ്പിൽ റിപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ അത്തരം രീതിയിലേക്കൊക്കെ റിപ്പോർട്ട് ചെയ്യും. പക്ഷെ ഈ ഗർഭിണിയുടെ മാനസികാവസ്ഥ ഈ പറഞ്ഞ ആശമാർക്ക് ഒരു പരിശീലനം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാ മാസവും ഇവർക്കുള്ള പോഷകവും അമൃതം പൊടി എല്ലാതും കൊണ്ട് ഇവർ ചെല്ലുന്നുണ്ട്. ഇവർക്ക് ആരോടെങ്കിലും ഒന്ന് തുറന്ന് പറയാൻ, അതായത് ഇവരുടെ മാനസിക നില തകരാറിലാകുന്നു എന്ന് ഇവർക്ക് കണ്ടെത്താൻ പറ്റി എന്ന് വരില്ല. പക്ഷെ വീട്ടുകാർക്ക് പറ്റും. അസ്വാഭാവികമായ പെരുമാറ്റങ്ങൾ ഉണ്ടാകും. ഒരാൾ ഒരു ദിവസം കൊണ്ട് കുഞ്ഞിനെ കൊന്നതല്ല, ഇവര് ഈ പ്രോസസ്സിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഇപ്പോ കഴിഞ്ഞ വിഷുവിന് ആത്മഹത്യ ചെയ്ത പിന്നെ ദിവ്യ ജോണി എന്ന് പറഞ്ഞ കൊല്ലത്തെ ഒരു കുട്ടിയുണ്ട്. ഞാൻ ഈ ഇന്റർവ്യൂ ചെയ്തതിൽ ഏറ്റവും മിടുമിടുക്കി എന്ന് പറയുന്നത്, ഏറ്റവും റാങ്ക് ഒക്കെ വാങ്ങി പാസ്സായ ഒരു കുട്ടിയാണ്. MSc മാത്സിൽ 2-3 റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു PSCയുടെ. നോക്കൂ, ആ കുട്ടി കുഞ്ഞിനെ കൊല്ലുന്നതിന് മുമ്പ് നമ്മുടെ പിങ്ക് പോലീസ് കൺട്രോൾ റൂമിൽ, വുമൻസ് കൺട്രോൾ റൂമിൽ വിളിച്ചിട്ട് പിങ്ക് പോലീസിനോട് പറയുന്നുണ്ട്, ഒന്ന് വരുവോ, എന്റെ കുഞ്ഞിനെ ഒന്ന് മാറ്റി നിർത്തി തരുവോ, എനിക്ക് കുഞ്ഞിനെ കൊല്ലാൻ തോന്നുന്നു, ഞാൻ എന്റെ അസുഖം മാറുന്നത് വരെ, അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എനിക്ക് തന്നോ. ഈ പിങ്ക് പോലീസ്, കൊട്ടാരക്കര എന്നുള്ള പിങ്ക് പോലീസ് ഈ കുട്ടിയുടെ വീട്ടിൽ ചെല്ലുന്നുണ്ട്. അവളടുത്ത് പറയുന്നത് എന്താണ്, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പൊ പ്രസവമൊക്കെ കഴിഞ്ഞ ആളിങ്ങനെ തടി വെച്ചിട്ടിരിക്കുക, നല്ല ഹെൽത്ത് എല്ലാം ഉണ്ട്.
അപ്പൊ ഇത് ഞങ്ങൾക്കൊക്കെ വരുന്നതാ, ഇത് നമുക്ക് ആ സമയത്ത് തോന്നുന്നല്ല, ഇതെല്ലാം മാറും എന്ന് പറഞ്ഞു ഓക്കെ ആവോ കുട്ട എന്ന് പറഞ്ഞ് 3 പോലീസുകാരികൾ അവിടെ വെച്ച് ഈ കുട്ടിയെ ഉപദേശിച്ച് മടങ്ങുകയാണ് ചെയ്യുന്നത്. ഇവളുടെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അത് കുറഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്ക് ഈ കുട്ടി കുഞ്ഞിനെ ബക്കറ്റിൽ മുക്കി കൊല്ലുകയാണ് ചെയ്തത്. അപ്പോ ആ അത് തന്നെ ഞാൻ എപ്പോഴും എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്താന്ന് വെച്ചാല്, ഈ കുട്ടിയാണ് എല്ലാ നിയമം ബാധകമാക്കേണ്ട എല്ലാ കേസുകളിലും കൃത്യമായി കടന്നുപോയത്. അതായത് ആദ്യം കുഞ്ഞിനെ കൊല്ലുന്നതിന് മുമ്പ് പോലീസിനെ വിളിക്കുന്നുണ്ട്, കുഞ്ഞിനെ രക്ഷിക്കണം എന്ന് പറയുന്നുണ്ട്, കുഞ്ഞിനെ മാറ്റി നിർത്തി തരണമെന്ന് പറയുന്നുണ്ട്. കാരണം ഇവള് ദിവസങ്ങളായി ഉറങ്ങിയിട്ട് ആരും സഹായിക്കാനില്ല, രാത്രി ഉറക്കം ഒഴിച്ച് ഇവക്കൊന്ന് ഉറങ്ങണം, ഇവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അതായിരുന്നു കേട്ടോ, ഒന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോ ഇവര് സമ്മതിച്ചില്ല, കൊണ്ടുപോയേ തിരിച്ച് ഇവിടെ അടുത്ത് തന്നെ ആക്കിയിട്ട് കൊണ്ടുപോയി. പിന്നെ ഈ പോലീസിനെ വിളിച്ചതിന്റെ പേരിൽ ഭർത്താവിന്റെ വീട്ടിൽ നിന്നുള്ള അമ്മായിയമ്മയും ഭർത്താവും ചീത്തയും വിളിച്ചു പോരാത്തതിന് അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ നടന്നത്. കൊലപാതകം കഴിഞ്ഞിട്ടേ പിന്നെ കുഞ്ഞിനെ ബക്കറ്റിലിട്ടത് ഇവൾക്ക് ഓർമ്മയില്ല. കുറച്ച് കഴിയുമ്പോൾ ഇവള് പറയുന്നുണ്ട്, കുഞ്ഞെവിടെ നിന്ന് നോക്കുമ്പോഴാണ് അയ്യോ കുഞ്ഞ് ബക്കറ്റിൽ കിടക്കുന്നത്. കുഞ്ഞിനെ കൊണ്ടുവന്ന് ഇവള് തോർത്തി എല്ലാം നോക്കുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ ശ്വാസം എടുക്കാനൊക്കെ. ഇവൾക്ക് നല്ല അറിവുള്ള ഒരാളാണ്, എല്ലാം നോക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞ് മരിച്ചു പോയിരുന്നു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് അവിടുത്തെ CIN കുണ്ടര പോലീസ് സ്റ്റേഷനിൽ. അപ്പോൾ അത് വനിതാ പോലീസിൽ അവരുടെ അടുത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിക്കുന്നുണ്ട്, കുഞ്ഞ് മരിച്ചോന്ന്. കുഞ്ഞിനെ നീ കൊന്നതല്ലേ, അപ്പൊ പിന്നെ മരിച്ചിട്ടുണ്ടാവുമല്ലോ എന്നാണ് അവരുടെ പറയണത്. അപ്പോൾ ഇവരടുത്ത് ചോദിക്കുന്നുണ്ട് തെളിവെടുപ്പ്, എനിക്കൊന്ന് കുഞ്ഞിനൊന്ന് കാണിച്ചു തരും, അവസാനമായിട്ട് നാളെയാണ് അടക്കം ഉണ്ടാവുക എന്ന് പറഞ്ഞു, ആരോ പറയുന്നത് കേട്ടെന്ന്, ഒന്ന് കാണിച്ചു തരും. അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഇവര് മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ കൊണ്ടുപോകുന്നുണ്ട്. ലേഡി മജിസ്ട്രേറ്റ് ആയിരുന്നു. അപ്പോൾ അവരെടുത്ത് പറഞ്ഞ് പിന്നെ എനിക്ക് നല്ല സുഖമില്ല, കുഞ്ഞിനെന്തിനാ കൊന്നെന്ന്, ഈ കുഞ്ഞ് മരിച്ചോ എനിക്കറിയില്ല, എങ്ങനെയാണ് എനിക്ക് കുഞ്ഞിനൊന്ന് കാണിച്ചു തരുമോ എന്ന് മജിസ്ട്രേറ്റിനോട് ഇവള് ചോദിച്ചെന്ന്. അപ്പൊ മജിസ്ട്രേറ്റ് ചോദിച്ചു പോലും ഇപ്പൊ എത്രയും സമയം. അപ്പൊ ഇവള് സമയം പറഞ്ഞു കൊടുത്തു. സമയം നോക്കിയിട്ട് സമയം ഇന്നത്ര ഡേറ്റ് എന്ന് ഓർമ്മയുണ്ടോ? അപ്പൊ അവള് പറഞ്ഞു എനിക്ക് ഇന്ന് ഡേറ്റ് എത്രയൊന്നും ഓർമ്മയില്ല മാഡം, പക്ഷെ 2-3 ദിവസം മുമ്പായിരുന്നു എൻ്റെ വെഡിങ് ആനിവേഴ്സറി. അപ്പൊ അതൊക്കെ ഓർമ്മയുണ്ടല്ലേ, എന്നാ ജയിലിൽ പോയിക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മളെ പൂജപ്പുര വനിതാ ജയിലിൽ കൊണ്ടുവിടുക. പക്ഷെ അന്ന് രാത്രി മുതൽ 42 ദിവസം നമ്മുടെ പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിലെ തടവുകാരിയായിരുന്നു അവള്. ട്രീറ്റ്മെന്റിന് നടൻ ജഗദീഷിന്റെ മകളായിരുന്നു സൗമ്യ, ഡോക്ടറായിരുന്നു അവളെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. അവർ സർട്ടിഫിക്കറ്റ് നന്നായി കൊടുത്തതിന് കൊണ്ട് 42ാമത്തെ ദിവസം അവർ ജയിലിൽ നിന്ന് മോചിതയായിട്ട് ജാമ്യത്തിൽ ഇറങ്ങിപ്പോയി. അങ്ങനെയാണ്. അപ്പൊ ഈ കുട്ടിക്ക് പിന്നെ ഓർമ്മയുണ്ടോ ഇതല്ല? ആ കുട്ടിക്ക് ഇല്ല, ആ കുട്ടി കരച്ചില് സഹിക്കാൻ പറ്റാത്ത കുഞ്ഞിനെ കൊണ്ടിട്ടതൊന്നും ഓർമ്മയില്ല. കുഞ്ഞിനെ പിന്നെ ഈ തെരയുമ്പോഴാണ് കുഞ്ഞില്ലാന്ന് അറിയുന്നത്. ആ സമയത്ത് ഹാലൂസിനേഷൻ സംഭവിച്ചിട്ടുണ്ടാവും. അല്ല, അത് കഴിഞ്ഞുള്ള അവളുടെ ജീവിതം എങ്ങനെയായിരിക്കും? അത് കഴിഞ്ഞുള്ള ജീവിതം പിന്നെ പേടിച്ച് ജീവിച്ച് കഴിഞ്ഞ വിഷുവിന് ആത്മഹത്യ ചെയ്തു. അതായത് ആത്മഹത്യ ചെയ്യുമ്പോഴേ നമുക്ക് ഇന്നും ഓർത്തെടുക്കാൻ ചില കഴിഞ്ഞ വൃത്തി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കനകക്കുന്നിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്താണ് പിന്നെ അവിടുത്തെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആയിരുന്ന മഹേഷ്, ഞാൻ ഓർക്കുന്നത്, അവര് വിളിക്കുന്നുണ്ട്. എനിക്ക് ദിവ്യയുടെ ഓഡിയോ അക്കാലം വരേക്കും എന്നോട് കൺവെർസേഷൻ നടത്തിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. കാരണം ദിവ്യ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ ഇന്നും അത് ഓർക്കുന്നത്, ചില നമ്മളത് എയറും ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് മാഡം, നമുക്കൊരു ജലദോഷം വന്നാൽ നമുക്കറിയാൻ പറ്റും ജലദോഷമാണ്, മൂക്കൊലിപ്പുണ്ട്. പനി വന്നാൽ നമുക്കറിയാൻ പറ്റും ദേഹം ചൂടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ നമുക്ക് ഡോക്ടറെ കാണിക്കാം, വേദനകൾ എന്തെങ്കിലും. പക്ഷെ ഇത് വന്നാൽ അറിയാൻ പറ്റണ്ടേ എന്തെങ്കിലും ഒരു സൂചന? അതായത് സ്കൂൾ കരിക്കുലത്തിൽ പഠിച്ചിട്ടില്ല, കോളേജ് കരിക്കുലത്തിൽ പഠിച്ചിട്ടില്ല, ഏതെങ്കിലും ഹോസ്പിറ്റലുകളിൽ ചെല്ലുമ്പോൾ പഠിച്ചിട്ടില്ല, വേറെ എവിടെയും മാഗസിൻസിലോ വേറെ ഏതെങ്കിലും ആരോഗ്യ മാഗസിൻസിലോ ഇങ്ങനെ ഒരു അസുഖം, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരെ നമ്മൾ പഠിച്ചു. അതായത് ഇപ്പൊ ഈ അടുത്ത കാലത്ത് മാഡം പറഞ്ഞല്ലോ, ഈ കുട്ടിയുടെ സംഭവം നടക്കുന്നത് കൊറോണ കാലത്തായിരുന്നു, തൊട്ട് മുമ്പ്. അപ്പോ നമ്മുടെ സിസ്റ്റത്തിന്റെ എല്ലാ അവസ്ഥകളിലൂടെ ഈ കുട്ടി ദാരുണമായി കടന്നുപോയി. രക്ഷപ്പെടാൻ പറ്റില്ല. അവസാനം ഇത് നമ്മളുടേതായിട്ടുള്ള എല്ലാ ഇന്റർനാഷണൽ പിന്നെ പഠനങ്ങളും അതുപോലെ നാഷണൽ ലെവലിൽ നിംഹാൻസിന്റെയും ഇംഹാൻസും ഒക്കെ നടത്തിയ പഠനങ്ങളും ഇവർക്ക് ഇങ്ങനെ വരാൻ സാധ്യതയുള്ള എല്ലാ തെളിവുകളും നമ്മൾ പ്രോസിക്യൂട്ടർ വഴി അതുപോലെ അവരുടെ അഡ്വക്കേറ്റ് വഴിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു 100% സാധ്യത ഇല്ലെങ്കിൽ 99 നമ്മൾ, അതായത് അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു കേസായിരുന്നു. അപ്പൊ ഇതിന് ടെൻഷൻ ആയിപ്പോയി. 2ാമത് പ്രഗ്നന്റ് ആയിരുന്നു. 2ാമത് പ്രഗ്നന്റ് ആവരുത് എന്നുള്ളത് ഡോക്ടർ കിരൺ, പേരൂർക്കട മെന്റൽ ഹോസ്പിറ്റലിലെ ഡോക്ടർ, അവളുടെ മുമ്പിലും എന്റെ മുമ്പിലും ഞാനായിരുന്നു ഇവിടുന്ന് കൊണ്ടുപോയിരുന്നത്. കാരണം വേറെ ആരും ഹെൽപ്പ് ഉണ്ടായിരുന്നില്ല ചെയ്യാൻ. ചില അച്ഛൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അമ്മ മരിച്ചു പോയിരുന്നു. ഇവളുടെ ഭർത്താവ് എന്ന് പറയുന്നത് ഡോക്ടറായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ ആളോട് ഞാൻ ചോദിച്ചിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചപ്പോ ആൾ എന്നോട് പറഞ്ഞു, ആ ക്ലാസ്സിൽ ഞാൻ കയറിയിട്ടില്ല എന്ന് എന്നോട് പറഞ്ഞത്.
ഏത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പഠിപ്പിച്ച ക്ലാസ്. അങ്ങനെ അയാൾ തമാശാക്കി കളിയാണ് ചെയ്തത്. പിന്നീട് ഇവളെ ഒഴിവാക്കുകയും ചെയ്തു. കേസ് ഒഴിവാക്കി തരണം, അതായത് ഇവളെ ഒഴിവാക്കി തരണം, എങ്കിൽ ഞാൻ സാക്ഷി പറയില്ല എന്നുള്ള ആ ഒരു വിലപേശൽ പോലും അവിടെ നടന്നു എന്നുള്ളതാണ്. അപ്പോൾ എല്ലാ കേസുകളിലും ഇങ്ങനെ, അതായത് അവൾക്ക് അറിവുണ്ടായിരുന്നത് കൊണ്ട് നമുക്കത് പറഞ്ഞു തരാൻ പറ്റി എന്നുള്ളതാണ്. പക്ഷെ ഇതിനെ കുറിച്ച് അശേഷം ധാരണയില്ലാത്തവര്, പാവം പിടിച്ച സ്ത്രീകള് ഇന്നും സഫർ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് എന്ത് ചെയ്യണം? ഇതിന് ട്രീറ്റ്മെന്റ് ഇല്ലെന്നേ. ഇതിന് ട്രീറ്റ്മെന്റ് ഇവിടെ ഉണ്ട് കേരളത്തിൽ. അങ്ങനെയല്ല, ഇതിന് യഥാർത്ഥത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് ട്രീറ്റ്മെന്റ് ഉണ്ട്. ട്രീറ്റ്മെന്റ് ഉണ്ട്, വളരെ അപകടകരമായ ട്രീറ്റ്മെന്റ് ഒരിക്കലല്ല. അതായത് ഗർഭിണിയായിരിക്കുമ്പോഴും പ്രസവം കഴിഞ്ഞതിന് ശേഷം അവരെ ശരീരത്തെ ബാധിക്കാത്ത തരത്തിലുള്ള മരുന്നുകളെല്ലാം കൊടുത്തിട്ട് 100% ലൈഫിലേക്ക് തിരിച്ചു വരാം. പക്ഷെ അതിന്റെ മൂർധന്യത്തിലേക്ക് പോയി കഴിഞ്ഞിട്ടാണ് ഇവർക്ക് ട്രീറ്റ്മെന്റ് കിട്ടുന്നത്. അതുകൊണ്ട് ഗുണമില്ല. പക്ഷെ ഈ പറഞ്ഞ ഗർഭിണികളായിരിക്കുമ്പോ തന്നെ സ്ക്രൂട്ടിനി ചെയ്യാൻ, അപ്പോ ഈ ഗവൺമെന്റ് ഡോക്ടേഴ്സ് ആണെങ്കിൽ നമ്മളടുത്ത് പറയുന്നതെന്ന് വെച്ചാല് അവർക്ക് ഒരു മിനിറ്റിൽ ഒരു പേഷ്യന്റിനെയാണ് കാണാൻ പറ്റുക. ആ സമയത്ത് ഞങ്ങൾ ഇതെങ്ങനെ ചെക്ക് ചെയ്യുമെന്നാണ് ചോദിക്കുന്നത്. അവരുടെ ചോദ്യം പ്രസക്തമാണെങ്കിലും ഉത്തരം എന്ന് പറയുന്നത് ഈ സ്ത്രീകളുടെ ലൈഫാണ് അവർ സാക്രിഫൈസ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളുടെയും കുടുംബങ്ങളുടെയും. ഈ കുട്ടികളെ നമ്മൾ വേറൊന്നും വെച്ചാൽ നമ്മളിപ്പോ സ്ത്രീകളുടെ മാത്രമേ പറഞ്ഞുള്ളൂ. സ്ത്രീകൾ കുഞ്ഞുങ്ങളെ കൊന്നപ്പോ ഈ സ്ത്രീകളോടൊപ്പം, അതായത് നമ്മുടെ വിവരാവകാശ പ്രകാരം 27 സ്ത്രീകളോടൊപ്പം 27 കുട്ടികള് ജയിലുകളിൽ കഴിഞ്ഞു അമ്മമാരോടൊപ്പം ഈ കാലഘട്ടത്തില്. കാരണം അവരുടെ ബാക്കിയുള്ള കുട്ടികളുണ്ടായിരുന്നല്ലോ, അപ്പൊ കൂടെ കൊണ്ടുപോകേണ്ടവരായിരുന്നു. കാരണം കുടുംബത്തിലുള്ളവർ നോക്കില്ല. അപ്പോ ഇനി അവരുടെ ആ കുട്ടികളുടെ ട്രോമ എന്ന് പറയുന്നത്, ഇപ്പൊ ഞാനൊരു കേസിൽ പോയി, പൊന്നാനിയിലെ സുമയ്യ എന്ന് പറയും. സുമയ്യനെ ഇപ്പോ ഈ 2 മാസം മുമ്പാണ് മഞ്ചേരി കോടതി വെറുതെ വിട്ടത്. 9 വർഷമായിട്ട് വിചാരണ പോലും നടത്തിയിട്ടുണ്ടായിരുന്നില്ല. 9 വർഷം ആ കുട്ടിയെ വിചാരണ പോലും. ഈ കുട്ടി ഈ ഭർത്താവിന്റെ അനിയന്റെ കുഞ്ഞിനെയാണ് കിണറ്റിലിട്ടത്. അപ്പോ ഇവൾക്ക് 2 മാസം ഗർഭമായിരുന്നു. ഇത് പോലീസിന് അറിയില്ലെന്നേ. ജയിലിലെത്തി ജയിലധികൃതർ ഈ കുട്ടി തലകറങ്ങി വീഴുമ്പോഴാണ് പരിശോധിച്ചപ്പോഴാണ് ഇത് ഗർഭമാണെന്ന് പറഞ്ഞത്. അപ്പൊ ഈ ഗർഭത്തിന്റെ ആദ്യ പീരീഡിൽ തന്നെ ഇത് തുടങ്ങും. അത് ഇവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ലല്ലോ. മാനസികാരോഗ്യ നയത്തിലും ഒന്നും ഇതില്ല. നമ്മുടെ മാനസികാരോഗ്യ നയങ്ങളിലെല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വെച്ചാല് എനിക്ക് തോന്നുന്നു 1900 നമ്മുടെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള, അതായത് നമ്മളതിന്റെ ഒരു പ്രത്യേക വേർഡ് തന്നെ പറയും, അത്തരം നയങ്ങള് മാനസികാരോഗ്യ നയങ്ങളിലൊന്നും വരുത്തിയിട്ടില്ല. കാരണം കുട്ടികൾക്കും സ്ത്രീകൾക്കും ഗുണകരമാകുന്ന നയങ്ങളിൽ മാറ്റം വരുത്തിയിട്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 10-36 വർഷം കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ല, മാനസികാരോഗ്യ രംഗം തന്നെ ആ നയത്തിൽ തന്നെ മാറ്റം വരണം. അതായത് നമ്മളൊരു സോഷ്യൽ സ്റ്റിഗ്മ എന്ന് പറയുന്നത് നമുക്കുള്ളത് പോലെ തന്നെ ഈ അധികാരികൾക്കും ഉണ്ട്. കാരണം നമ്മളിപ്പോ ഓരോ സമയത്ത് ഓരോ മാസങ്ങൾ തോറും നമ്മുടെ രോഗങ്ങളിലെ പ്രോട്ടോകോളിലൊക്കെ ചികിത്സകളിലൊക്കെ മാറ്റം വരുത്തുന്നുണ്ട്. പക്ഷെ മാനസികാരോഗ്യ നയങ്ങളിൽ ഈ മാറ്റം വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് ഈ സംഭവം റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ 302 അവരെ ചാർജ് ചെയ്തിട്ട് അവരെ ജയിലിലേക്ക് അയക്കുന്നത്? അപ്പോൾ അവര് പറയുന്നത് ഈ സ്ത്രീകൾ എന്തോ മനഃപൂർവ്വം കുഞ്ഞുങ്ങളെ കൊന്ന്. നോക്കൂ, ബോധത്തിൽ, ഞാൻ ഇപ്പോഴും പറയുന്നത് ആമിനാണെങ്കിലും എനിക്കാണെങ്കിലും ബോധത്തിൽ ഒരമ്മയ്ക്കും ഒരു കുഞ്ഞിനെയും ഈ ലോകത്ത് കൊല്ലാൻ കഴിയില്ല. അയ്യോ എന്റെ കുഞ്ഞ്, അതായത് ഒന്ന് ചവിട്ടിയാൽ പോലും എന്റെ കുഞ്ഞ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വേദന മാറ്റാനേ ശ്രമിച്ചിട്ടുള്ളൂ ഈ ലോകത്തുള്ള എല്ലാ അമ്മമാരും. അതായത് മനുഷ്യരല്ല, അല്ലാത്തവരെല്ലാവരും അതിനകത്ത്, ആ പ്രകൃതിയിലുള്ള എല്ലാ, അത് പ്രകൃതിയുടെ നിയമമാണത്. ആ പ്രകൃതി നിയമത്തിന് വിരുദ്ധമായി ഒരു സ്ത്രീ ഇങ്ങനെ ചെയ്യുമ്പോൾ അവിടെ എന്തോ കുഴപ്പമുണ്ടെന്ന് കണ്ടെത്തി അത് പരിഹരിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ്. എന്നിട്ടും തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. അല്ല, അപ്പൊ ഈ ഫൗസിയുടെ ഈ സീരീസ് വന്നതിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് തലത്തിൽ എന്തെങ്കിലും മാറ്റം ഇതുമായി ബന്ധപ്പെട്ട് വന്നായിട്ടറിയോ? ഇതില് ഇപ്പൊ എന്നോട് ആരോഗ്യ രംഗത്ത് എന്ന് പറയാൻ, ഇപ്പൊ ഞാൻ സർക്കാർ സംവിധാനത്തിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് അതേക്കുറിച്ച് വിമർശിക്കുന്നത് ശരിയല്ല ഇപ്പോ ഈ നിലവിൽ. കാരണം എനിക്കത് പറയാനുണ്ട്, അത് നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മള്. കാരണം ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ്. ഇതിൽ ഞാൻ അന്ന് അക്കാലത്ത് ഇന്റർവ്യൂ എടുത്തത് നമ്മുടെ ശൈലജ ടീച്ചറുടെ ആയിരുന്നു, ആരോഗ്യമന്ത്രി. അപ്പോൾ ആരോഗ്യമന്ത്രി അവര് പറഞ്ഞിരുന്നത് ഈ ആരോഗ്യ നയങ്ങളിൽ വലിയ മാറ്റം വരുത്തണം. അതുപോലെ മുൻ ആരോഗ്യമന്ത്രിയായിരുന്ന PK ശ്രീമതി ടീച്ചറുടെ കാലത്തും ശ്രീമതി ടീച്ചറുടെയും ഇന്റർവ്യൂ എടുത്തിരുന്നു. വലിയ മാറ്റം വരണം എങ്കിൽ, അതായത് ഈ മാറ്റം എന്ന് നിയമങ്ങളിൽ വരുമ്പോഴാണ് ഈ സ്ത്രീകൾ രക്ഷപ്പെടുള്ളൂ. അപ്പൊ നിയമത്തിൽ മാറ്റം വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? സൊസൈറ്റിയുടെ ആറ്റിറ്റ്യൂഡ് മാറും. ഇവർ മനഃപൂർവ്വം ചെയ്തതാണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള സംവിധാനം ഇവിടെ ഡെവലപ്പ് ചെയ്യും. ഇതിപ്പോ മനഃപൂർവ്വം ചെയ്തവരും, ഞാൻ ഇപ്പോഴും വീണ്ടും ആ വാചകം ഓർപ്പിക്കും, മനഃപൂർവ്വം ചെയ്തവരുടെ കൂട്ടത്തിൽ എന്ത് ചെയ്തു? ഈ പാവപ്പെട്ടവരോട് കൂട്ടിക്കെട്ടപ്പെട്ടു. അപ്പൊ എന്ത് ചെയ്തു? ഇതുങ്ങൾക്ക് ചികിത്സ കിട്ടിയില്ല, അവരും ജയിലിലായി.
മനഃപൂർവ്വം ചെയ്തവര് ജയിലിലാണ്, അത് ജയിലിലാവേണ്ടതുമാണ്. പക്ഷെ ആ കൂട്ടത്തിൽ ഇതൊന്നും അറിയാത്തവര് പോയി പെട്ടു എന്നുള്ളതാണ്. ഇവർക്ക് ഏറ്റവും വലിയ ശിക്ഷ എന്ന് പറയുന്നത്, ഇവർ ഈ ചെയ്ത സ്ത്രീകൾ എന്നോട് പറയുന്നത് എന്താണെന്നറിയുമോ, സ്വയം ബോധത്തിലേക്ക്, അതായത് തിരിച്ചറിവിലേക്ക് വരുമ്പോഴേ കുഞ്ഞ് നഷ്ടപ്പെട്ടു, കുഞ്ഞ് ഞങ്ങളാൽ കൊല്ലപ്പെട്ടു, കുഞ്ഞ് ജീവിച്ചിരിക്കുന്നു, അതാണ് ഏറ്റവും വലിയ ശിക്ഷ. ശരിക്കും അവസാനം വരെ മരിക്കുന്നവരെ അത് മരണം വരെ അത് ശിക്ഷയാണ്. ഞങ്ങൾ അത് കുറെ സ്ത്രീകള് ഈ പറഞ്ഞ ഇതിന്റെ അടുക്ക് ആത്മഹത്യ ചെയ്തു പോയിട്ടുണ്ട്. കാരണം ഇപ്പോ ഇരട്ട കുട്ടികളെ കൊന്നൊരു സുബീനയുണ്ട് കോഴിക്കോട്. അവള് ഈ കോടതികളിലൊക്കെ ചെല്ലുമ്പോ അവൾ എഴുതി വെച്ചൊരു ലെറ്ററാണ് അത്. അവളുടെ ഉമ്മ അത് എടുത്ത് കൊണ്ടു തരുന്നുണ്ട് എനിക്ക്. അതായത് കുഞ്ഞുങ്ങളെ ഇങ്ങനെ അതേ പ്രായത്തിലുള്ള കുട്ടികളെ ഇങ്ങനെ കാണുന്നു, പുറത്തിറങ്ങുന്നത് കോടതിയിലേക്ക് വേണ്ടി മാത്രം. അതെനിക്ക് സഹിക്കാവുന്നതിലപ്പുറാണ്. അപ്പൊ ഞാൻ അവരിലേക്ക് മടങ്ങുന്നു എന്നെഴുതി വെച്ചാണ് ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നത്. ആ കുട്ടിക്ക് ആകെ 23 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ മരിക്കുമ്പോ. അപ്പൊ എന്തായിരുന്നു എന്റെ കാരണം മരിക്കുന്നതിന്റെ? ഈ ഇരട്ടക്കുട്ടികളായ കുട്ടികളെ നോക്കുമ്പോ ഭർത്താവിന്റെ വീട്ടിലാണ്, അവര് നോക്കൊന്നുമില്ല, കുട്ടിക്ക് കാര്യമായ ഉറക്കം കിട്ടില്ല. രാത്രി ഈ കുട്ടികളുടെ എല്ലാ ആവശ്യങ്ങൾക്കും ഇത് തന്നെ എണീക്കണം, പിടിക്കണം, എല്ലാം. പകലിലും ഈ 2 കുട്ടികളെ ഇവരെന്നെ ഡിപ്പെൻഡ് ചെയ്യണം. കാരണം അവരുടെ പ്രായമായ പിന്നെ അച്ഛനമ്മമാരായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എല്ലാ പ്രസവത്തിലും വരുമോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അതൊക്കെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഇത് ആർക്ക് വരും എന്നുള്ളത് നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ പറ്റില്ല. ഇപ്പോ പിന്നെ നമ്മള് ഇവര് പറയരുതെന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഗൈനക്കോളജിസ്റ്റ് ഹെഡായ ഡോക്ടർ ജ്യോതി പറഞ്ഞ ഒരു അഭിമുഖത്തിലെ ഒരു ഭാഗം ഞാൻ എടുത്തു പറയുന്നത്, നമ്മൾ ശരിക്കും അവർ പറയുന്നത് പീരിയഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങണം എന്നാണ് പറയുന്നത്. കാരണം അതിൽ അവര് പറഞ്ഞൊരു വേർഡ് എന്ന് പറയുന്നത്, പീരിയഡിൽ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്ന കുട്ടികൾക്കൊക്കെ ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ടത്ര കൗൺസിലിംഗ് കൊടുക്കണം, കുടുംബം ഒപ്പം നിൽക്കണം, ഫാമിലി ഒപ്പം നിൽക്കണം എന്ന് മാത്രമല്ല ഭർത്താവിന്റെ ഫാമിലി ഒപ്പം നിൽക്കണം, സൊസൈറ്റിയും ഒപ്പം നിൽക്കണം. ആ സിസ്റ്റം മുഴുവൻ ഒപ്പം നിന്നാലേ ഈ കുഞ്ഞിന് എന്ത് ചെയ്യൂ, ഒരു പ്രസവം കഴിഞ്ഞ് തിരിച്ചിങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതായത് അവരെ സാധാരണ നിലയിലേക്ക്. അപ്പൊ അത് വരാതിരിക്കാൻ നോക്കാൻ നമുക്ക് സിസ്റ്റം ഉണ്ട്. അത് നമ്മുടെ കരുതലാണ്, അതായത് കൂടെ ജീവിക്കുന്നവരുടെ കരുതൽ തന്നെയാണ് പ്രധാനം. അതും അവിടെയും ഒരു ബോധവൽക്കരണം, ആ ബോധവൽക്കരണം ആവശ്യമാണ്. നമ്മുടെ കേരളത്തിലെ സമൂഹത്തിൽ വളരെ എളുപ്പമാണ്. എന്തെന്ന് വെച്ചാൽ എല്ലാവരും തന്നെ ഡോക്ടർമാരെ കാണും. ഡോക്ടർമാർ ഇവരോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് കുറെ കൂടി എളുപ്പം ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ തോന്നും. ഡോക്ടർമാർക്കാണ് ഇത് പറ്റുക ശരിക്കും എളുപ്പത്തിൽ. കാരണം നമ്മളിപ്പോ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ അത് കഴിക്കരുത് പറഞ്ഞിട്ടുണ്ട്, ഇത് ചെയ്യരുത്. നമ്മളെപ്പോഴും ഡോക്ടറെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു വീട്ടിലൊരു അമ്മാമ്മമാരാണെങ്കിലും അപ്പാപ്പന്മാരാണെങ്കിലും ഗർഭിണികളാണെങ്കിലും ജീവിക്കുക. ഡോക്ടർ പറഞ്ഞ ഗുളികയെ കഴിക്കൂ, ഡോക്ടർ പറയാത്തതൊന്നും ചെയ്യില്ല ആ സമയത്ത്. അപ്പൊ ഡോക്ടർ ഇത് ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളൊന്ന് അവളെ കെയർ ചെയ്യണോട്ടോ, നിങ്ങൾ അവളെ ഉറങ്ങാൻ വിടണോട്ടോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല. പക്ഷെ ഡോക്ടർമാരുടെ ഭാഗത്ത് വലിയ വീഴ്ച അക്കാര്യത്തിൽ അവർ സമയക്കുറവിന് പഴിച്ചൊല്ലിയെങ്കിലും അതൊരു വലിയ വീഴ്ച. അവർക്ക് അത്രയും വലിയൊരു ബോധവൽക്കരണം ഉണ്ടെന്നില്ല. എനിക്ക് തോന്നുന്നു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് പുറത്ത് വരാൻ തന്നെ കാര്യം എനിക്ക് തോന്നുന്നു ഈ കൊറോണ കാലത്ത്, ആ കാലഘട്ടത്തിലൊക്കെ പുതിയ ജനറേഷൻ ഈ ഗൂഗിൾ കളിയാക്കി പറയാറുണ്ട്, ഗൂഗിൾ അമ്മൂമ്മ ഗൂഗിൾ അമ്മായിമാരാണ് പ്രസവം എടുക്കുന്നതെന്ന്. അതിലിവർക്ക് കിട്ടുന്ന കുറെ ഇതുണ്ടായിരുന്നു. ഗൂഗിൾ വഴി വിദേശ പിന്നെ എന്താണ് ഇതിൽ കൂടിയൊക്കെ നല്ലതോ ചീത്തയോ എന്ന് അറിയില്ല. ഏതായാലും പല കുട്ടികളും അവെയർ ആയത് അങ്ങനെയാണോ എന്ന് തോന്നുന്നു. ഞാനെല്ലാം സത്യം പറഞ്ഞാൽ ഇതിനെക്കുറിച്ചുള്ള എനിക്കുണ്ടായത് എൻ്റെ സുഹൃത്തുക്കളുടെ മക്കള് അവരുടെ പ്രഗ്നൻസി കാലത്ത് ഗൂഗിൾ വഴി അവരെ സ്വയം പിന്നെന്താണ് പ്രസവത്തെ മനസ്സിലാക്കിയ സമയത്ത് ഇങ്ങനെ ഒരു അപകടം നിങ്ങൾക്ക് വരാമെന്ന് പറഞ്ഞു എന്നിട്ടാണ് ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് കേൾക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു പുതിയ കാലത്ത് നമുക്ക് പലതരത്തിലുള്ള അവയർനെസ് പരിപാടികളിൽ കൂടി ഇത് കേരളത്തെ പോലൊരു സമൂഹത്തിൽ എനിക്ക് തോന്നുന്നു വളരെ എളുപ്പത്തിൽ വെരി സിമ്പിൾ ആണ്. എന്നുവെച്ചാൽ അങ്ങനെ ഒരാൾക്ക് പ്രശ്നം ഉണ്ടാകുന്നു, കണ്ടെത്താം എന്നുള്ളത്. അപ്പൊ അതിനേതായാലും ഒരു വഴിയൊരുക്കാൻ ഈ സീരീസിന് കഴിഞ്ഞു എന്നുള്ളതിൽ വലിയ നല്ലതാണ്. ഇപ്പോൾ അതൊരു ഗോവിന്ദ അവാർഡ് വരെ എത്തി എന്നുള്ളതും വലിയ സന്തോഷമാണ്.